അപ്പോൾ ഇവിടെ നൂർ അബ്ദുൽ ഉന്നയിച്ചിരിക്കുന്ന 2-3 പ്രശ്നങ്ങൾ. ഒന്ന്, എല്ലാ മുസ്ലിങ്ങളും ജിഹാദികളാണ് എന്ന് ആരിഫ് ഹുസൈൻ്റെ ഡേറ്റ ഉണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ, സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് ഉയർന്നു വന്നത് കലയുടെയും സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെ ഒരു മേഖലയാണ്. അതിനെ എന്തുകൊണ്ട് വിട്ടുകളയുന്നു? 3, ലിബറൽ മുസ്ലിം, കൾച്ചറൽ മുസ്ലിം, അഹമ്മദിയർ തുടങ്ങി ഈ ലോകത്തിലെ 200 കോടിയിലേറെ മുസ്ലിങ്ങളിൽ കുറച്ചുപേർ മാത്രം തീവ്രവാദികളായിരിക്കെ എല്ലാ മുസ്ലിമിനെയും അങ്ങനെ ചാപ്പ കുത്തുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് ആരിഫ് അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന്, ജിഹാദിസം എല്ലാ മതങ്ങളിലും ഇല്ലേ, പിന്നെ എന്തുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിനെ മാത്രം അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നു? ഇതാണ് നൂറ് ആദ്യ റൗണ്ടിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. അതിന് ശ്രീ ആരിഫ് മറുപടി പറയും. നമസ്കാരം. എൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന നൂർ, അതേപോലെ തന്നെ മോഡറേറ്റർ, രണ്ടുപേർക്കും വലിയ നന്ദിയുണ്ട്. ആദ്യമേ തന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനൊരു ചർച്ച സത്യത്തിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സംവാദങ്ങൾ നടക്കേണ്ടത് എം അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാമിമാരെയോ അല്ലെങ്കിൽ പാസ്റ്റർമാരെയോ ഒന്നും പിടിച്ചിട്ടല്ല. സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ തമ്മിൽ തന്നെയാണ് ഇനി അങ്ങോട്ട് സംവാദങ്ങൾ നടക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ആ ഒരു പ്രവണതയ്ക്ക് തുടക്കം വെച്ചതിൽ KYSന് അഭിമാനിക്കാം. അതിന് വലിയ നന്ദിയുണ്ട്. ഇതൊരു മാതൃകയാവട്ടെ എന്ന് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. ഒന്നത്. 2, ഇങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള ഒരു ക്ഷണം വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ അതിൽ ഒട്ടും തന്നെ ശങ്കിക്കാതെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ, ഈ ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വരാൻ തയ്യാറായ നൂർ അബ്ദുലിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു വിഷയം ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2021 ശേഷം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. 2018 നമ്മൾ മതമൊക്കെ ഉപേക്ഷിക്കുന്നത്. അത് പബ്ലിക്കായിട്ട് പറയുന്ന ഒരു നിലയിലേക്ക് വന്ന് 2020 ശേഷമാണ്. 21 നമ്മൾ കൂടുതൽ പബ്ലിക് അപ്പിയറൻസ് ഇസ്ലാം വിമർശിച്ച് തുടങ്ങിയത്. അതുവരെ ഹോമിയോ ഒക്കെ വിമർശിച്ച ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ വിഷയത്തിൽ അന്ന് മുതൽ ഇതിൽ എതിർ അഭിപ്രായങ്ങൾ വരുമ്പോൾ എക്സ് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ എതിർ അഭിപ്രായങ്ങളുണ്ട്, സ്വതന്ത്ര ഇന്ത്യക്കാരുടെ ഇടയിലുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലൊരു ചർച്ച വേണം, ഇതിനു വേണ്ടി മുന്നോട്ട് വരൂ എന്ന് പറയുമ്പോൾ ആരും വരാറില്ല. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ വിശ്വനാഥൻ ഡോക്ടർ, അദ്ദേഹത്തെ ഞാൻ പലതവണ നേരിട്ട് മാന്യമായിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ച് ഇത് നമ്മൾ സംസാരിക്കാം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് തന്നെ ഇതിനകത്തൊരു മിസ്നോമറാണ്. അങ്ങനെ ഒരു വാക്കിന് പോലും പ്രസക്തിയില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് മുസ്ലിമോഫോബിയ എന്നാണ് പറയേണ്ടത്, ഇസ്ലാമോഫോബിയ എന്നല്ല പറയേണ്ടത്, ഇസ്ലാമോഫിയർ എന്നാണ് പറയേണ്ടത്, ഇസ്ലാമിനെ ഭയക്കണം എന്നാണ് പറയേണ്ടത്. അപ്പം മുസ്ലിങ്ങളാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മളെ കാഴ്ചപ്പാടുകൾ നമുക്ക് പരസ്പരം ഒന്ന് മാറ്റിവരയ്ക്കാം, നിങ്ങൾ വരൂ എന്ന് പറയുമ്പോൾ അത് വരാതെ നിന്നിരുന്ന വ്യക്തികൾ. അപ്പം അങ്ങനെ നിന്നിരുന്ന ആ സമയത്ത് നിന്ന് ഇന്നൊരു വലിയൊരു മാറ്റം ഇതിലേക്ക് വരികയാണ്. അപ്പം ഞാൻ പറയാം, ഈ ഒരു ചർച്ച ഇന്നല്ല, വളരെ നാളുകൾക്ക് മുന്നേ നടക്കേണ്ടതായിരുന്നു എന്നതാണ് പറയാനുള്ളത്. കാരണം അങ്ങനെ നടന്നിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇവിടെ അന്വേഷിച്ച തെളിവുകൾ ഇതൊക്കെ പണ്ടേക്ക് കിട്ടുമായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ അതിലൊരു വിഷമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയൊക്കെ വിശദമായിട്ട് നമ്മളുടെ ലൈവുകളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് സമയദൈർഘ്യം കൂടുതലാണെന്നാണ്. മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വളരെ വിശദമായിട്ട് ഇരുന്ന് എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളതിന് തെളിവുകൾ വെച്ച് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കാണാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ, തംബ്നെയിൽ മാത്രം കണ്ടുകൊണ്ട് ആ തംബ്നെയിൽ ഇട്ടിരിക്കുന്ന ഇൻവേർട്ടഡ് കോമ പോലും മിസ്സാക്കിക്കൊണ്ട് ആളുകൾ വന്നിട്ട് ചില ചാപ്പകളുമായിട്ട് നടക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ബാധിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചാപ്പ എന്ന് പറയുന്നത് ഈ സംഘി ചാപ്പയൊന്നുമല്ല. അതെന്ന് പറയുന്നത് നിങ്ങളൊരു മനുഷ്യനല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ചാപ്പയാണ്. കാരണം ഏതൊരാളെയും വളരെ പെട്ടെന്ന് നിശബ്ദനാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ആരും കൂടുതൽ അന്വേഷിക്കാനോ പറയാനോ ഒന്നും നിൽക്കില്ല. അന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് കൂടുതൽ മൃഗമായി മാറേണ്ട എന്നുള്ളൊരു പേടിയുടെ പുറത്ത് ആളുകൾ നിശബ്ദനാവും. ഇതാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ സംഭവിക്കുന്നത്, ഇസ്ലാമിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചർച്ചകൾ സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നു, എന്താണ് ഞാൻ പറഞ്ഞെന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആദ്യം പറയാം. ഇപ്പോൾ ഈ ഒരു ചർച്ച അതിൻ്റെ സംവാദത്തിൻ്റെ ടൈറ്റിൽ വന്ന സമയത്ത് തന്നെ വലിയ പരാതിയായിരുന്നു. ഇങ്ങനെ ആരിഫ് എവിടെ പറഞ്ഞെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ ഞാൻ എന്താ പറഞ്ഞെന്നുള്ളതെങ്കിലും ആദ്യം ഒന്ന് പറയണം. ഇതാണ് ഇവിടുത്തെ എൻ്റെ ഒരു ആവശ്യം. കാരണം ഞാൻ ഒരിക്കലും തന്നെ മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പറച്ചിൽ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. എന്നാൽ ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഇനിയും ഒരു സംശയത്തിന് ഇട നൽകാത്ത വിധം അതൊന്ന് കൃത്യമായിട്ട് ഒന്നുകൂടി പറഞ്ഞു വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എത്രയാണ്, എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി ആൻഡ് എ പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിം. ഇതാണ് നമ്മൾ പറയുള്ളത്. അതായത് ഓരോ മുസ്ലിമും ഇസ്ലാം കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ പൊട്ടും അല്ലെങ്കിൽ അവൻ മതം വിടും. ഇതാണ് നമ്മൾ പറയാറുള്ളത്. ആളുകൾ ഇതിലെ ഒരു ഭാഗം മുറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇത് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിർത്താറില്ല. എന്താണ് ഈ സംഗതി എന്നുള്ളത് നമ്മൾ കൂടുതൽ വിശദമാക്കാറുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് അതൊന്നും കൂടി ഞാൻ ഒന്ന് മെനയാക്കിയിട്ട് ഒന്നുകൂടി പറഞ്ഞു വെക്കാം, ഇനി ആരും അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പറയുന്നത് ഇത്രയാണ്. അതായത് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ വരുന്നത്. ഡിനൈങ് ദ നോൺ സീറോ റിസ്ക് ടു ബിക്കം എ ജിഹാദി ഡസ് നോട്ട് പ്രൊട്ടക്ട് മുസ്ലിംസ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഐഡിയോളജി ദാറ്റ് ടേൺസ് ദം ഇൻ ടു പൊട്ടൻഷ്യൽ ജിഹാദീസ്. ഇതാണ് ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻ എ കൾച്ചർ ദാറ്റ് റൊമാൻറ്റിസൈസസ് ജിഹാദ് ആൻഡ് മാർട്ടിഡം എവറി യങ് ബിലീവർ ബിക്കംസ് എ പൊട്ടൻഷ്യൽ ജിഹാദി in the same structural sense that a child in a smoking house is a potential smoker. അതായത് ഒരു ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള വാപ്പയും ഉമ്മയും ഉള്ള ഒരു വീട്ടിൽ ഒരു കുട്ടി എങ്ങനെയാണോ ഈ സിഗരറ്റ് സ്മോക്കിങ്ങിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് അതിലൊന്നും വലിയ കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കി ആ കുട്ടിയും ഒരു സ്മോക്കർ ആകാനുള്ള സാധ്യത പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾ എന്ന് എങ്ങനെയാണോ പറയുന്നത് എന്ന് പറയുന്ന മാതിരി ജിഹാദിനെ ഇതേപോലെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു, ഷഹീദാവുക എന്ന് പറയുന്നതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു. അതുകൂടാതെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സംഗതികൾ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ, ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഉയർത്തി വെക്കുന്ന ഈ തരം പ്രൊട്ടക്ഷനിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ അവിടെ ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ഈ ജിഹാദി ആശയങ്ങളെ കൂടുതൽ പുൽകുവാനും അതിന്റെ ഭാഗമായിക്കൊണ്ട് അവൻ ഒരു എക്സ് മുസ്ലിം ആകാനോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ജിഹാദി തന്നെയായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതുപോലെ മറ്റു മതങ്ങൾക്കും മറ്റ് ആശയങ്ങൾക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ പ്രശ്നം ഇസ്ലാമിനുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിനൊക്കെ തെളിവാണല്ലോ വേണ്ടത്. തെളിവുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പൊ ഇനിയെങ്കിലും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇത് മുറിച്ചു മാറ്റാതെ നിങ്ങൾ മുഴുവനായിട്ട് പറയാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് തെളിവ്? ഇവിടെ തെളിവിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഇവിടെ പറയണ്ടായി. സൂഫിസം പോലെയുള്ള സംഗതികൾ, അതുപോലെ മറ്റ് ചില ചിന്താധാരകളെ കുറിച്ചൊക്കെ പറഞ്ഞു. റിഫോമിസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ഇതിൽ തന്നെ നമുക്ക് കാണാം ഒരു അജ്ഞതയാണ് ഈ വിഷയത്തിലുള്ള പ്രധാന പ്രശ്നം എന്നാണ് ഞാൻ പറയാം. അത് പൊതുവേ ഈ സമൂഹത്തിലുള്ളതാണ്. അത് എക്സ് മുസ്ലിങ്ങൾക്കുണ്ട്, അത് സ്വതന്ത്ര ഇന്ത്യക്കാരുടെ ഇടയിലുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഹിന്ദു മതത്തെ നവീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളുടെ ഒരു 2 ആളുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ 2 ആളുടെ പേര് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ടാവും. ഞാൻ പേരൊന്നും ചോദിക്കുന്നില്ല. വന്നിട്ടുണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് കൈവയ്ക്കാൻ മതി. ഹിന്ദു മത നവീകരണവുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന 2 പേരുടെ പേര് അല്ലെങ്കിൽ ഒരാളുടെ പേര് കൈ ഒന്ന് പൊക്കാവോ? യെസ്, ഒരുപാട് പേരുണ്ട്. ക്രിസ്ത്യാനിറ്റിയെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളുടെ പേരോ അല്ലെങ്കിൽ ആ മൂവ്മെന്റോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ഒന്ന് കൈപ്പൊക്കാവോ? ആർക്കും അറിയില്ല. ശരി. ആരുമില്ല. പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്സ്, മാർട്ടിൻ ലൂതർ കിങ് പ്രാന്താണ്. ഓക്കെ, ആയിക്കോട്ടെ. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ക്രിസ്ത്യാനിറ്റിയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റം തനിയെ സംഭവിച്ചതാണ് എന്ന് നമ്മൾ അങ്ങ് സമ്മതിക്കുക. ഇനി ഇസ്ലാമിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു റിഫോമിസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള വ്യക്തി ഒരാളുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഒന്ന് കൈപ്പൊക്കാവോ? ആരെങ്കിലും ഉണ്ടോ? ആരാണ്? അവരെന്താ ചെയ്തതെന്നും കൂടി നമ്മൾ പറയണം. ഏത് മത നിയമത്തെയാണ് അവർ അവിടെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മാറ്റിവെക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതെന്ന് കൂടി നമ്മൾ പറയണം. എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുക യഥാർത്ഥത്തിൽ മത നവീകരണം എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് ഇവിടെ ചേകന്നൂർ മൗലവി പോലെയുള്ള ആളുകളാണ്. എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനു മുന്നേ ഇപ്പോൾ മുഹമ്മദ് നബി മരിച്ചതിന് തൊട്ടടുത്ത ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പറയാവുന്ന ചില ആളുകളുണ്ട്. അവരെ എന്താണ് ഇവിടെ സമൂഹം, ഈ ഇസ്ലാമിക സമൂഹം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുക. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക, എന്താണോ ആ 6-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ചത് അത് ഇന്നും അതേപോലെ തുടരുന്ന ഒരു പ്രവണത അത് ഇസ്ലാമിനുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി എന്തൊക്കെ ആരൊക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു നിയമം അത് ഈ ഇസ്ലാമിൽ നിന്ന് പുറത്ത് കളയണം, അത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാറ്റിവെച്ചത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. സാമൂഹിക സമ്മർദ്ദത്തിന്റെ പേരിൽ ചില കാര്യങ്ങൾ മാറ്റി. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ് എന്നതുപോലെയുള്ള ചില കാര്യങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ഹലാലാണ് എന്ന രീതിയിൽ. ഇപ്പോൾ പലിശ ഹറാമാണെന്ന് പറയും, പക്ഷെ ഇന്ന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പലിശ ഇന്ന് ഹലാലായി മാറിയിരിക്കുകയാണ്. ബാങ്കിൽ പലിശ വാങ്ങാം എന്നതല്ലാതെ സാമൂഹികമായും വ്യക്തി ജീവിതത്തിൽ വളരെ വലിയ ഇൻഡെപ്ത്, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾ വരുന്ന സമയങ്ങളിൽ വ്യക്തി ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ആ മേഖലകളിൽ ഒന്നും തന്നെ ഒരു നവീകരണം നടക്കാത്ത മതം എന്ന് നമുക്ക് പറയാം. അത് ഈ പറയുന്ന
ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കുഴപ്പം. ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണക്കുറവ്, ഒരു ഇഗ്നോറൻസ്, അതൊരു വലിയ പ്രശ്നമാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം ഈ സൂഫിസം പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു സൂഫിസത്തിന് ഒരു മിലിറ്റന്റ് സൂഫിസം എന്ന് പറഞ്ഞിട്ടൊരു വകഭേദമുണ്ട്. നമ്മളിവിടെ റൊമാൻറ്റിസൈസ് ചെയ്യാണ്. സൂഫിസം എന്ന് പറഞ്ഞ മികച്ച സംഗതികളാണ് എന്നുള്ള രീതിയിൽ പറയും. നമ്മൾ എല്ലാ വിശ്വാസങ്ങൾക്കും ഇപ്പോൾ ഈവൻ നമ്മളുടെ നാട്ടിലെ സമസ്തയെ പോലും നോക്കിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? അവർ നബിദിനം ആഘോഷിക്കുന്നു, ആളുകൾക്ക് ബിരിയാണി വെച്ചു കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ടു ദ കോർ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർ പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കുന്നു. ഇതാണ് അവിടെ ചെയ്യുന്നത്. അവർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ അവർ ഇടപെടുന്നു. അവരെന്ത് പറയുന്നു? പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ മതി. പൗരത്വ ഭേദഗതി അതെന്തോ ആയിക്കോട്ടെ, അതിന്റെ പ്രക്ഷോഭം വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? പൗരത്വ ഭേദഗതിയൊക്കെ നമ്മൾ നോക്കിക്കോളാം, നമ്മൾ ആണുങ്ങൾ നോക്കിക്കോളാം, പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന നിലയിലേക്ക് മുസ്ലിം ലീഗ് വരെ വരുന്നു. സമസ്ത അതിന് പിന്തുണയേകുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞ മാതിരി പുറം ചട്ടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായ സംഗതികൾ അകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പ്രശ്നമാണ് എന്നതിനുള്ള മറ്റൊരു മിസ്സായി പോകുന്ന തെളിവാണ്. ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഈ സൂഫിസം. ഈ സൂഫിസം എന്ന് പറയുന്നതിന്റെ ഒരു വകഭേദം ഇന്ന് TLP എന്ന് പറയുന്ന തഹരീക് അൽ ലബ്ബൈക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒരു ഉദാഹരണം പറയാം. ആസിയ ബീബി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ഒരു മതവിമർശനം നടത്തി, അല്ലെങ്കിൽ നബിയെ അവഹേളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള വേട്ടയാടൽ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു സ്ത്രീയാണ്, ക്രിസ്ത്യൻ വനിതയായിരുന്നു. അതൊരു കള്ളക്കേസായിരുന്നു. ആ സംഗതി അവിടെ കത്തിച്ചു നിർത്തുന്നതിന് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള പാർട്ടി അത് ഈ TLP എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു. ഈ TLP എന്ന് പറയുന്ന പാർട്ടി ഒരു സൂഫി മിലിറ്റന്റ് പാർട്ടിയാണ്. അതെന്ന് വെച്ചാൽ അവരും സൂഫികളാണെന്നാണ് അവരെ അവകാശവാദം. അപ്പോൾ സൂഫിസം എന്ന് പറയുന്നത് ഒരു മികച്ച സാധനമാണ് എന്ന രീതിയിൽ ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അത് ഒരു ബാഹുബലി 1 മാത്രം നിങ്ങൾ കാണുമ്പോൾ അതൊരു നല്ല സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഈ സൂഫിസത്തിന്റെയും ബാഹുബലി 2 ഉണ്ട്. അതും മിലിറ്റന്റ് സ്വഭാവം തന്നെയാണ്. അത് പൊളിറ്റിക്കൽ സൂഫിസം എന്ന് തന്നെയാണ് അതിനെ അവരും വിളിക്കാറുള്ളത്. ഇതാണ് അതിലെ കാര്യം. ഇനി ഈ സംഗതി എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇത് പറയുന്നു? ഈ തരം സ്റ്റേറ്റ്മെന്റ്സും ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു പ്രശ്നമാണ്. ഇതൊരു ഐഡിയോളജിയുടെ പ്രോബ്ലമാണ്. ഇത് ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ പ്രശ്നം തന്നെയാണ്. ഇതിന്റെ ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. ഇത് ആര് മനസ്സിലാക്കിയില്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളാണ് എന്നതാണ് നമ്മളുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെങ്ങനെയാണ് നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയുക? എന്താണ് ഇതിനുള്ള രീതികൾ? എന്താണ് ഇതിന്റെ മാതൃക? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. മുസ്ലിങ്ങളുടെ മുന്നിൽ ഈ ഇസ്ലാമിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതും ഇസ്ലാമിനെ പൊക്കിയടിക്കുന്നതും ഇസ്ലാമിന്റെ വശങ്ങൾ അതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകൾ നിലനിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന സാധനത്തെ തള്ളിക്കളയാൻ അവരെ പ്രേരിപ്പിക്കണം. ഇനി ഏറ്റവും മിനിമം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമാണ്. അപ്പോൾ ഇവർ തന്നെയാണ് പറയാറ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ നല്ല സാധനമാണെന്നാണ് ഇവർ തന്നെ പറയാറ്. അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണ്, അത് യുദ്ധമല്ല, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങളൊരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറയുമ്പോൾ നിലവിളിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നല്ല സംഭവമാണ്, ആത്മസംസ്കരണമാണ്, ആത്മശുദ്ധീകരണമാണ് ഈ ജിഹാദ് എന്നുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ആത്മശുദ്ധീകരണം നടത്തുന്ന ആൾ, ഇത്രയല്ലേ നമ്മൾ ഉദ്ദേശിക്കേണ്ടതുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഈ ജിഹാദിന് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നതിൽ ജിഹാദി എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് വരുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം കിട്ടി? എന്തുകൊണ്ട് അതാണ് ആ ജിഹാദ് എന്ന് സമ്മതിച്ച് അതിനെ തള്ളി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇതാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് മറ്റതൊക്കെ വിടുക. ഏറ്റവും മിനിമം ഒരു മുസ്ലിം ഇന്ന് തള്ളിക്കളേണ്ടത്, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് നടന്നു നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നിവിടെ സംസാര വിഷയമായിട്ടുള്ള വാക്കെന്താണ്? ഏതാണ് ആ വാക്ക്? വൈറ്റ് കോളർ ടെറർ എന്നാണ് പറയുന്നത്. ഈ വൈറ്റ് കോളർ ടെറർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഈ മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറയുന്നു എന്തുകൊണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ നമ്മൾ എന്താ കണ്ടത്? മുസ്ലിം ഡോക്ടർമാരുടെ ഇടയിലും ഇതെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടാവും എന്ന രീതിയിൽ ഇവിടെ 24 ന്യൂസിൽ അരുൺകുമാർ എന്ന് പറയുന്നതാണ് നമ്മൾ 24 ന്യൂസിലെ റിപ്പോർട്ടറിൽ അരുൺകുമാർ നിന്ന് പറയുന്ന ഒരു സാധനം ഇതാണ് കാണുന്നത്. നമ്മളുടെ ഇടയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അതേപോലെ പത്രപ്രവർത്തകർ, വക്കീലുമാർ, ഇതിലെല്ലാം ജിഹാദികളുണ്ട് എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഞാൻ പറഞ്ഞതാണോ ഡേഞ്ചർ, അരുൺകുമാർ പറഞ്ഞാണോ ഡേഞ്ചർ? നിങ്ങൾ പറയാം. ഇത് പറയിപ്പിച്ചത് ആരാണെന്ന് നിങ്ങൾ പറയാം. ഇതാ ഞാൻ ചോദിക്കുന്നത്. ഇനി നമ്മളെ സമൂഹത്തിൽ ഒരു വ്യക്തി അവന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സംഗതിയുടെ പേരിൽ ഇന്ന് മീശല്ലാതെ താടി വെച്ചിട്ട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് അവൻ പുലർച്ചയോ അല്ലെങ്കിൽ പാതിരാത്രിക്കോ ഒന്ന് ഇറങ്ങി നടന്നാൽ അവന് ചുറ്റും കൂടുന്ന ആളുകളുടെ മനസ്സിൽ ഇന്ന് എന്താണ് അവിടെ ഉണ്ടാകുന്നത്? ഭയമാണോ? അതോ അവന് പാവം
നടന്നു പോകുന്നു, അവന് കുറച്ച് നാരങ്ങ വെള്ളം കൊടുത്തേക്കാം എന്ന ചിന്തയാണ് വരുന്നത്. ആളുകൾ ഓടി ഒളിക്കുന്ന അവസ്ഥയാണ് ഇതിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ആരാണ് കൊണ്ടെത്തിക്കുന്നത്? അപ്പൊ ഇവിടെ പൊതുവെ കേൾക്കുന്ന സംഭവമാണ്, വിശ്വാസികളും പറയുന്നു, ഇന്നിപ്പോ സ്വതന്ത്ര ഇന്ത്യയിലും പറയുന്ന ഒരു ദുരവസ്ഥ ഇവിടെ ഉണ്ട്. അതായത് എക്സ് മുസ്ലിങ്ങൾ, നമ്മളെ പോലുള്ള ആളുകൾ പറയുന്നത് വെച്ചിട്ടാണ് ഇവിടെ സംഘപരിവാരം വളരുക, അതുപോലെ മുസ്ലിം വേട്ടയ്ക്ക് ഇറങ്ങുക എന്നാണ് പറയാ. ഞാൻ വെല്ലുവിളിക്കുന്നു, എവിടെയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? ഇവിടെ ചർച്ചയായിട്ടുള്ളത് മുഴുവൻ അബ്ദുൾ റാഷിദ് അബ്ദുള്ള അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഇരുന്നിട്ട് കൊടുത്തുവിട്ട് ആ വാചകങ്ങളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് അവർ പറഞ്ഞത്? നിങ്ങൾ ജിഹാദിന് ഇറങ്ങി പുറപ്പെടൂ, അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണോ? അങ്ങനെ കയ്യിൽ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ വണ്ടിയില്ലേ, ലോറിയില്ലേ, ഇടിച്ചു കയറ്റി അവിടെ യൂറോപ്പിൽ. നിങ്ങളുടെ കയ്യിൽ വിഷമില്ലേ, അത് വാട്ടർ ടാങ്കിൽ കലക്കാൻ നോക്കി. റിസിൻ എന്ന് പറഞ്ഞ പോയിസണാണ് കഴിഞ്ഞ ദിവസം പിടിച്ചത് പോലീസ്. ഇതാണ് അവർ ചെയ്യാൻ നോക്കിയത്. പിന്നെന്താ പറഞ്ഞത്? ഇതേപോലെയുള്ള ആൾക്കൂട്ടമില്ലേ, അവിടെ പോയിട്ട് നിങ്ങൾ ബോംബിടൂ എന്ന് പറഞ്ഞു. അതല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ പോയത്. അപ്പോൾ ജിഹാദികൾ എന്ത് പറയുന്നു? ജിഹാദികൾ ആർക്കാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്? ഇത് സാധാരണ വിശ്വാസികൾക്ക് കൊടുക്കുന്നത്. ഇത് ടെലഗ്രാം ഗ്രൂപ്പിൽ വരുന്ന സാധനമാണ്. ഇത് ലീക്കായിട്ടാണ് മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നിട്ട് ഈ പറയുന്ന തീവ്രവാദം ഇവിടെ ചർച്ചയാവുന്നത്, അല്ലാതെ എക്സ് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടല്ല. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗങ്ങൾ ഇവിടെ ഇപ്പോഴും റൗണ്ടാണ്. 10 വർഷം മെമ്പറുകൾ വിട്ടു തന്നാൽ ഇസ്ലാമിക രാജ്യമാക്കി തരാം കേരളം എന്ന് പറഞ്ഞ പ്രസംഗം ഇന്നും വൈറലാണ്. ഇത് ആർക്കാണ് ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത്? മുസ്ലിമിനാണോ അതോ നമുക്കാണോ? ഇനി ഇതേപോലെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന വ്യക്തി എത്ര തന്നെ നന്മ ചെയ്താലും അയാൾ നരകത്തിലേ പോകൂ, അയാൾ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ ഡയലോഗ് ഇന്നും അവിടെ പറഞ്ഞ് കറങ്ങി നടക്കുകയാണ്. ആരാ പറഞ്ഞത്? നിങ്ങൾ സംഭാവന കൊടുക്കുമ്പോൾ അത് വേശ്യാലയത്തിന് കൊടുക്കുന്ന പോലെയാണ് അമ്പലത്തിന് കൊടുത്താൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇത് ആര് പറഞ്ഞതാ? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാണ്. ഇതാണ് ഇവിടെ കറങ്ങി നടക്കുന്നത്. അതുപോലെ നിങ്ങൾ മതം മാറ്റുന്ന സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് അടുത്ത നടപടി എന്ന് പറഞ്ഞ് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചതിനെ കുറിച്ചുള്ള വാർത്ത MM അക്ബറിന്റെ സ്കൂളിൽ വന്ന അതാണ് ഇവിടുത്തെ പ്രശ്നം. ജാക്കിർ നായിക്ക് പറഞ്ഞ എന്താണ്? സൂയിസൈഡ് ബോംബിംഗ് അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഒരു യുദ്ധതന്ത്രമായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ജാക്കിർ നായിക്ക്. അതാണ് ഇവിടുത്തെ സൂയിസൈഡ് ബോംബേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ കാരണങ്ങൾ പറയുന്നു. അതിന് അയാൾ പറയുന്ന ഉദാഹരണം, നിങ്ങൾ മുഹമ്മദ് നബിയും കൂടി നടന്നു പോകുമ്പോൾ ഒരാൾ വെടിവെക്കുന്ന കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ തന്നെ നിൽക്കുമോ അതോ മുഹമ്മദ് നബിയുടെ മുന്നിൽ ചാടി നിൽക്കുമോ? മുഹമ്മദ് നബിയുടെ മുന്നിൽ ചാടി നിങ്ങൾ നിൽക്കും. എന്തുകൊണ്ട് നിൽക്കുന്നു? മുഹമ്മദ് നബിയെ രക്ഷിക്കണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ മരിക്കും എന്ന്? അപ്പൊ നിങ്ങൾ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ അത് സൂയിസൈഡ് അല്ലേ? പക്ഷെ വെടി കൊണ്ടു, നിങ്ങൾ മരിച്ചു, മുഹമ്മദ് നബി രക്ഷപ്പെട്ടു, അപ്പൊ അത് സൂയിസൈഡ് ആണോ? അപ്പൊ നാട്ടുകാർ അവിടെ ഇരുന്നിട്ട് തലകുലുക്കാണ്. അത് ഒരിക്കലും സൂയിസൈഡ് അല്ല. അതെന്താ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ മുഹമ്മദ് നബിയെ രക്ഷിക്കാൻ നോക്കിയത്. അപ്പൊ എന്തിനാ മുഹമ്മദ് നബിയെ നിങ്ങൾ രക്ഷിക്കാൻ നോക്കിയത്? നിങ്ങൾ അപ്പുറത്ത് വാപ്പയുണ്ട് മുഹമ്മദ് നബിയുടെ, നിങ്ങൾ മുഹമ്മദ് നബിനെയാണ് രക്ഷിക്കാൻ നോക്കിയത്. അപ്പൊ എന്താ അങ്ങനെ വരുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബിനെയാണ് എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നാണ് ജാക്കിർ നായിക്ക് ചോദിച്ചിട്ട് ആളുകളെ കൊണ്ട് തല കുലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂയിസൈഡ് അല്ല എന്ന് അവരെ കൊണ്ട് ദൃഢമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആശയപരമായിട്ടുള്ള റീസൺസ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇതുപോലെ ഈ തരത്തിലുള്ള ഗ്ലോറിഫിക്കേഷനും റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയും മറ്റു മതങ്ങളിലെ വയലൻസിന് ഇന്ന് നിലവിലില്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ കൂടെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. ഇത് ഇന്നത്തെ സാഹചര്യമാണ്. ഇത് മാറ്റണം. അങ്ങനെ പൊട്ടൻഷ്യൽ ജിഹാദികളാകാനുള്ള സാധ്യത ഇത് ആർക്കാണ്? ഈ പൊട്ടൻഷ്യൽ ജിഹാദികളാണെന്ന് കാണുന്നത് നമ്മൾ കാണുന്നു എന്നുള്ളതിനേക്കാളപ്പുറം ഇത് ഈ റിക്രൂട്ട് ചെയ്യുന്ന തീവ്രവാദ കൂട്ടങ്ങൾക്കും അങ്ങനെയാണ് തന്നെയാണ് അവർ കാണുന്നത്. കാരണം അവർ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഇറങ്ങി തിരിച്ചിട്ട് ജിഹാദികളാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുസ്ലിങ്ങൾ എവിടെയാണോ ഉള്ളത് എന്നൊരു തീവ്രവാദ കൂട്ടം അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് എവിടുന്ന അത് ഏറ്റവും നല്ല തീവ്രവാദികളാകാൻ സാധ്യതയുള്ള മുസ്ലിങ്ങളെ കിട്ടുക? ഒന്ന് കാശ്മീരിലാണ്, ഒന്ന് ഈ പറയുന്ന കേരളത്തിലാണ്, അതേപോലെ ഈ UP പ്രദേശത്തുള്ള ആളുകൾ. കാരണം ദിയോബന്ദ് സ്കൂളുമായി ആ മദ്രസയുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് അവിടെ നിലനിൽക്കുന്നത്. ഇനി തെളിവുകളെ കുറിച്ച് അതും കൂടി പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ് ആദ്യത്തെ ഘട്ടം. ഓക്കെ, ഒരു 5 minutes. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് റിസർച്ച്, രണ്ട് റിപ്പോർട്ട്. ഒന്ന് ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എല്ലാ വർഷവും പുറത്തിറക്കുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 പുറത്തിറങ്ങിയിട്ടുള്ള 2021 വരെ 79 മുതൽ 21 വരെയുള്ള ഇസ്ലാമിക് ടെററിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട്, ഫോണ്ടപ്പോൾ റിസർച്ച് റിപ്പോർട്ട്, അതും ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടും എടുത്ത് നോക്കുക. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ ലോകത്തുണ്ടായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഇസ്ലാമിക് ടെറർ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടതാണ് 1979 മുതൽ 21 വരെയുള്ള കണക്കെടുക്കുമ്പോൾ 2,49,000 പരം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഈ കൊല്ലപ്പെട്ടത് മുഴുവൻ മുസ്ലിങ്ങളും ഉൾപ്പെടെയാണെന്നും കൂടി നമ്മൾ ആലോചിക്കുക. അതിൽ തന്നെ 2013 ശേഷമാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മൊത്തം അക്രമങ്ങൾ 60,000 ചില്ലാനുമാണെന്നുണ്ടെങ്കിൽ അതിൽ 56,000 അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് 2013 ശേഷമാണ്. അതിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളിൽ
ഒരു 89% ആളുകൾ മുസ്ലിങ്ങളാണ്. എന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ അക്രമങ്ങളിൽ ഒരു 80% ഇസ്ലാമിക് ടെററാണ്. ഇസ്ലാമിക് ടെററിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. എന്ന് വെച്ചാൽ 10 പേര് കൊല്ലപ്പെടുമ്പോൾ അതിൽ 9 പേര് മുസ്ലിങ്ങളാണെന്ന്, 9ഓളം ആളുകളും ഇന്ന് മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതാ പറയുന്നത്, ഇസ്ലാമിക് ടെററിന്റെയും ഇസ്ലാമിന്റെയും ആദ്യത്തെ ഇര എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സംഗതിയെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് നിന്ന് ഒഴിവാക്കി അവരതിൽ നിന്ന് പുറത്ത് കടത്തണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? അവരെ ബാധിക്കുന്ന പ്രശ്നം എന്തെന്ന്, അവരുടെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നമാണെന്ന് തിരിച്ചറിയാനുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ്. അത് പറയുന്നിടത്ത്, ജിഹാദിനെ ഡിഫൈൻ ചെയ്യുന്നിടത്ത് ജിഹാദ് നന്മയും, പൊട്ടൻഷ്യൽ ജിഹാദി അല്ലെങ്കിൽ ജിഹാദ് ഇവിടെ ഉണ്ടായി ബോംബ് പൊട്ടി എന്ന് പറയുമ്പോൾ ജിഹാദ് അതല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് തിരിച്ചറിയേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുണ്ട്. അത് നിർബന്ധപൂർവ്വം അവർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു കോഗ്നേറ്റീവ് ഡിസണൻസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അത് പറയുന്നുണ്ടല്ലേ. പക്ഷേ അതെന്താണ് പറഞ്ഞെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അത് ഞാൻ കൈമാറാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ തെളിവുകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ പറയുന്നു, അതായത് ഫ്രീക്വൻസി, അതായത് ഇതുകൊണ്ടുണ്ടാവുന്ന അക്രമങ്ങൾ നിരന്തരം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇതിനു വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു അപ്പീസ്മെന്റും അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിഫോം ഇതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. എല്ലാത്തിനുപരി അവസാനമായിട്ട് പറയാനുള്ളത്, ഇത് ചർച്ച ചെയ്യുന്ന സമയങ്ങളിൽ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇതിനെ തടയാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയങ്ങളിൽ അത് അനുവദിക്കാത്ത രീതിയിൽ ഇവിടെ പ്രീണനവുമായിട്ട് നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനങ്ങൾ ഇവിടെ വെള്ളം ചേർക്കപ്പെടുന്നു, മുസ്ലിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഇതിനെ കവർ ചെയ്യാനുള്ള മാർഗങ്ങളും കാര്യങ്ങളൊക്കെ ലോകത്ത് മാതൃകകളുണ്ട്. അവരെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതുണ്ട്. അത് നമ്മൾ ഇന്ത്യയിൽ നടത്തി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. താങ്ക് യു. നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ എല്ലാം ആ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടിയെപ്പോലും ഒരു ഹോസ്പിറ്റലിൽ ആ ലേബർ റൂമിലുള്ള ഡോക്ടേഴ്സിന് തോന്നുകയാണ് ഇത് സാധ്യതയുള്ളൊരു ജിഹാദിയാണ് എൻ്റെ കയ്യിലേക്ക് വന്ന് വീണത്. അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് മാറി ഒരു ഫോഴ്സപ്പ് ടെസ്റ്റ് ചെയ്ത് ആ കുട്ടിയെ വെളിയിലേക്ക് എടുത്താൽ അതിൻ്റെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനം എല്ലാം താറുമാറാകുന്ന ഒരവസ്ഥയാണ് സംജാതമാകാൻ പോകുന്നത്. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്വേഷപരമായ അനേകം പ്രസംഗങ്ങൾ കേട്ട് മുസ്ലിങ്ങളോട് വൈരാഗ്യം വന്നിട്ട് മലപ്പുറത്തെ കണ്ടാണ് ഒരു അഫ്സൽ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് 8ാം ക്ലാസ്സുകാരനെ ഈ ശശികലയുടെ വർഗീയ പ്രസംഗം കേട്ട് കൊലപാതകം ചെയ്തത്. അതുപോലെ തന്നെ ഒരുപാട് കൊലപാതകങ്ങൾ മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം വെച്ചുകൊണ്ട് തന്നെ കാസർഗോഡ് പള്ളിയിൽ ഉറങ്ങിക്കിടന്ന ഒരു മുക്രിയെ വെട്ടിക്കൊന്നു. ആ പള്ളിക്കകത്ത് കയറാണ്. അദ്ദേഹം ആരോടും വഴക്കിനോ പ്രശ്നത്തിനോ ജിഹാദിയോ ഒന്നുമല്ല. ഇങ്ങനെയുള്ള ആ മത വിദ്വേഷം അത് തന്നെയാണ് അതിനൊക്കെ സംഭവിക്കാനുണ്ടാകുന്ന സാധ്യത ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളുടെ ഈ കണക്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനുള്ള പൊതുജനങ്ങൾക്ക് അറിയില്ല ഇതിലാരാണ് ജിഹാദി, ഇതിലാരാണ് പിന്നെ സാധാരണ മുസ്ലിം അല്ലെങ്കിൽ കൾച്ചറൽ മുസ്ലിം എന്നുള്ളതൊന്നും കൃത്യമായിട്ട് വിവേചിച്ച ഒരു സ്കാനറും ആരുടെയും കയ്യിലില്ല. അപ്പം ഈ ലോകത്തുള്ള ജിഹാദികളുടെ എണ്ണം എടുത്താൽ മുസ്ലിം ജനസംഖ്യയായിട്ട് നോക്കുമ്പോൾ അത് വളരെ 0.1% മാത്രമാണുള്ളത്. ആ സാധ്യതകൾ വീണ്ടും പിന്നെ വർദ്ധിക്കാതെ അത് തടയേണ്ടതിന് വേണ്ട പ്രായോഗികമായ ചിന്തകളും പ്രസംഗങ്ങളും അതിനുള്ള പരിപാടികളുമൊക്കെയാണ് നമ്മൾ സ്വന്തം ഇന്ത്യയിൽ നടത്തേണ്ടത്. ഒരിക്കലും വീണ്ടും ഒരു കലുഷിതമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ കൊണ്ടെത്തിക്കുന്നത് തെറ്റായ പ്രവണത തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ഇപ്പോൾ വൈറ്റ് കോളർ ജിഹാദിസത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സനാതൻ സംസ്ഥയുടെ സ്ഥാപകൻ ഒരു ഡോക്ടർ ജയന്ത് ബാലാജിയാണ്. അദ്ദേഹം UK പോയി ഹിപ്പോ തെറാപ്പിയിൽ ബിരുദം എടുത്ത ആളാണ്. അപ്പം എല്ലാ വിഭാഗത്തിലും എഡ്യൂക്കേറ്റഡായ ആൾക്കാർ വൈറ്റ് കോളർ ജിഹാദിസം അവർ തന്നെയാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്യുന്നതും അതിൻ്റെ ഇരകളാകുകയോ അതിൻ്റെ ടൂളാകുകയോ ചെയ്യുന്നത് ഇത്രത്തോളം വിവരമോ വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണക്കാരാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു മതത്തിന് മാത്രമല്ല വൈറ്റ് കോളർ ജിഹാദിസം കുത്തകയായിട്ടുള്ളത്. ഇവിടെ ഹിന്ദുമതത്തിന് റിഫോർമേഷന് ശ്രമിച്ചവരാണ് ഞാൻ പറഞ്ഞ ഈ കൽബുർഗിയും പൻസാരയും അതുപോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഗൗരി ലങ്കേഷുമൊക്കെ. അവരെ എന്താണ് ചെയ്തത്? അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കുമെതിരെ സംസാരിച്ചതിന് വീട് കയറി വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏത് മതത്തിലും തീവ്ര ചിന്താഗതിക്കാരുണ്ടെന്നുള്ളതും അതിൻ്റെ ആ തീവ്രതയും
രൂക്ഷതയും കുറയ്ക്കുവാനായിട്ട് ഉള്ള ശ്രമങ്ങളാണ് ഇവിടെ നിന്നും ഉണ്ടാകേണ്ടതെന്നും ഇനി പുതിയ പുതിയ ആളുകൾ അതിലേക്ക് ആകർഷിതരാകാതിരിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കൂടുതൽ കലുഷിതമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സാഫ്രാൻ ടെററിസം അതിനെ ആരും ഒരിക്കലും അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല. ഈ അടുത്ത കാലത്ത് പോലും സിനിമ എമ്പുരാൻ സിനിമ ഇറങ്ങി, അതിൽ 98 എങ്ങാണ്ട് സീനുകൾ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന ഹാലെന്ന് പറഞ്ഞ ഷൈനികറിൻ്റെ സിനിമ, അതിനകത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവരെ പ്രൊവോക്ഡായിട്ട് അതിനെതിരെ ശബ്ദമുയർത്തുക. അപ്പോൾ ഏത് ചെറിയ കാര്യങ്ങളിൽ പോലും അസ്വസ്ഥരാകുന്ന എല്ലാത്തരം തീവ്രവാദികളും നമ്മളുടെ ഇടയിലുണ്ട്. അപ്പം അത് തിരിച്ചറിയാതെ ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം ചാപ്പുകുത്തി അന്യവൽക്കരിക്കുകയും അപരവൽക്കരിക്കുകയും അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ മുൻപോട്ട് പോവുകയും ചെയ്യുന്നതിന് പ്രതികരിക്കേണ്ടതാണ്. ഈ മുസ്ലിങ്ങളിൽ എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യർ അവരുടെ ഇപ്പം ഏതെല്ലാം മേഖലകളിൽ അവരെത്തപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ദേശീയ രംഗത്താകട്ടെ, സാമൂഹ്യ രംഗത്താകട്ടെ, വ്യവസായ രംഗത്താകട്ടെ മനുഷ്യരുമായിട്ട് സഹകരിച്ചുകൊണ്ടും അവരെ കൂടുതൽ സഹായങ്ങളും ഇപ്പം ഈ എല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് നല്ല മുസ്ലിങ്ങളുണ്ട് ഇവിടെ. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവരൊക്കെ ഇന്നലെ നാളെ ഒരു അവസരം കിട്ടുമ്പോൾ പണം വിടർത്തുന്ന സർപ്പങ്ങളാണെന്നുള്ള ധാരണയാണ് പടർത്തുന്നത്. ഇപ്പം മുസ്ലിം രാഷ്ട്രങ്ങളിലാകട്ടെ, സൗദി അറേബ്യ പോലും എല്ലാം കൊണ്ടും ഒരു പുരോഗമനത്തിൻ്റെ പാതയിലേക്കാണ് വരുന്നത്. സൗദി അറേബ്യയിൽ എത്രയോ രാജ്യങ്ങളിൽ നിന്ന് വിവിധ സംസ്കാരമുള്ള വിശ്വാസമുള്ള ആളുകളുണ്ട്. ഇവരെയൊക്കെ വിഗ്രഹാരാധകരോ അന്യമതസ്ഥരോ ആ വിദ്വേഷം എവിടെയെങ്കിലും ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും? അന്യമതസ്ഥനായതുകൊണ്ട് ഒരു മുസ്ലിം അവരെന്നെ കൊന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതൊക്കെ ഓരോ സാംസ്കാരിക മതപരമായ രാഷ്ട്രീയപരമായ സാമ്രാജ്യത്വപരമായ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ജിഹാദിസം അവിടെ തലപൊക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും പരിപോഷിപ്പിക്കുകയും ഫണ്ട് കൊടുക്കുകയും ആയുധ പരിശീലനം കൊടുക്കുകയും ആയുധങ്ങൾ വാങ്ങിപ്പിക്കാൻ വേണ്ടി അവരെ സമ്മർദ്ദം ചെലുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ആയുധ വിൽപ്പന നടക്കണമെങ്കിൽ ഇവിടെ കലുഷിതമായൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവർക്ക് അത് വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവരെല്ലാം ഒരു കാലത്ത് ഈ പാമ്പിന് പാലും പഴവും കൊടുത്ത് പരിപോഷിച്ചവർ തന്നെയാണ്. അവരിപ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരും കൂടെ അതിനൊക്കെ പ്രോത്സാഹനം ചെയ്യാനായിട്ടൊരു കാരണമായി തീർന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇപ്പോൾ ഞാനീ പറഞ്ഞ ഒരുപാട് ബോംബ് ബ്ലാസ്റ്റുകൾ ഇപ്പം അതിലെ പ്രതികളെയൊക്കെ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിടുകയാണ്. ഒരു വിഭാഗത്തിന് നീതി നിഷേധിക്കുകയും മറ്റൊരു വിഭാഗത്തിന് ശിക്ഷയും ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും ബാധകമാകുകയും ചെയ്യുന്നു. ഇപ്പോൾ മലേഗാവ് സ്ഫോടനം, പിന്നെ മക്ക മസ്ജിദ് സ്ഫോടനം, അതുപോലെ സംജോത എക്സ്പ്രസ് സ്ഫോടനം, ഇതിലൊക്കെ നമ്മൾ നിരീക്ഷിച്ചാൽ കാണാൻ പറ്റുന്നത് ജാമ്യം ഉടനടി കിട്ടുകയും അവരൊക്കെ പിന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ സുഗമമായിട്ട് വെളികൂടെ സ്വാതന്ത്ര്യ ജീവിതം അനുഭവിക്കുകയും ചെയ്യുകയാണ് കാണുന്നത്. എന്നാൽ നേരെ തിരിച്ച് അവർക്ക് കാരാഗ്രഹവും അല്ലാത്ത എല്ലാ പണിഷ്മെൻറ്റും കൊടുക്കാനായിട്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നീതിയുടെ വിതരണം തുല്യമല്ല. അതും മനുഷ്യൻ്റെ ഇടയിൽ ഞങ്ങൾ അപരവൽക്കരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, നമ്മൾ അന്യരായിട്ട് കാണുന്നു, പ്രശ്നക്കാരായിട്ട് കാണുന്നു. ഇത് ഒരു ചെറിയ വിഭാഗത്തിന് ചിലപ്പം പ്രവോക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഈ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമാകണം. അതൊരിക്കലും ഒരു വർഗീയ ശക്തികൾ നയിക്കുന്ന ഗവൺമെൻറ്റിന് സാധ്യമാകുകയില്ല. അവർക്ക് എപ്പോഴും ഒരു പൊതു ശത്രുവിനെ മുൻനിർത്തണം. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അവർക്ക് ആനുകൂല്യമായിട്ട് അവരുള്ളിൽ സന്തോഷിക്കുകയും സുവർണാവസരമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കാരണം അത് അവർക്ക് കൂടുതൽ പ്രയോജനകരമാണ്. അവരുടെ റീച്ചിന്, അവരുടെ മൈലേജിന് അത് ഒഴിക്കുന്ന ഫ്യൂവലാണ് ഈ ചെറിയ ന്യൂനപക്ഷങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ അവർ തിരിച്ചറിയുകയും കൂടെ വേണം. അപ്പം ഏത് മതത്തിൻ്റെ ആണെങ്കിലും ജിഹാദിസം അത് എതിർക്കപ്പെടേണ്ടതാണ്, അതിൻ്റെ വളർച്ച തടയപ്പെടേണ്ടതാണ്. നമ്മൾ അതിനായിട്ട് ശ്രമിക്കേണ്ടവരുമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മളുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഇവിടെ ഞാൻ 4 പാമ്പുകളുടെ പേര് പറയാം. ഒന്ന് മൂർഖൻ, ഒന്ന് അണലി, ഒന്ന് ചേര, പച്ചലപ്പാമ്പ്. ഇത് 4 പാമ്പാണ്. പക്ഷെ 4 ഒരേപോലെയാണോ നമ്മൾ കാണുക? അല്ല. ചിലതിന് നമ്മൾ പ്രശ്നം കൂടുതലുണ്ടെന്ന് പറയും. മൂർഖനെ നമ്മൾ കാണുന്നു, ചേരയെ നമ്മൾ കാണുന്നു. നമ്മൾ ആദ്യം ഏതിനാണ് അടിക്കുക? ഞാനിതൊക്കെ കുറച്ച് ഡെക്കറേഷനിൽ പറഞ്ഞതുള്ളൂ. സാധാരണ നമ്മൾ പറയാറ്
ഇവിടെ കുറെ പട്ടികളുണ്ട്, ആ പട്ടികളിൽ പേ പിടിച്ച പട്ടീനെയാണ് നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാറ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാമിനെ ഞാൻ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിലാകാതെ ഇവിടെ കുറെ ആളുകളുടെ പേര് പറയണം, മലേഗാവ് സ്ഫോടനം, ഗൗരി ലങ്കേഷ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇതൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. നമ്മളിവിടെ പറയുന്നത് എന്താ, ഈ അക്രമം ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആളുകൾ അതെന്തു തന്നെ കാരണമായിക്കട്ടെ, ഞാൻ ആ കാരണമോ ന്യായീകരണമോ ഒന്നും ഞാനിവിടെ എടുക്കുന്നില്ല. അക്രമങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഒരു സംശയമില്ല, അതിനെല്ലാത്തിനും നമ്മൾ അപലപിക്കണം. പക്ഷേ ഈ സംഗതികൾ ഉണ്ടാവുമ്പോൾ ഇതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണ്ടേ? നിങ്ങൾ ഇതിനെ സോൾവ് ചെയ്യണം എന്ന് പറയുമ്പോൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാത്തിനും ഒരേപോലെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു വടിയായിട്ട് നടന്ന എല്ലാ പാമ്പിനും ഒരേപോലെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? പേപ്പട്ടിയെ കാണേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ നിങ്ങൾ സാധാരണ പട്ടിയെ കാണുന്ന പോലെ പേപ്പട്ടിയെ കണ്ട കാര്യം നടക്കുമോ? ഇല്ല. അപ്പോൾ അവിടെ ഒരു പ്രയോറിറ്റൈസേഷൻ നടക്കണം. സ്വതന്ത്ര ചിന്തകർക്ക് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്ന അവിടെയാണ്. അത് പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ആ ഒരു പ്രയോറിറ്റൈസേഷൻ അവർക്ക് സാധിക്കുന്നില്ല. അവര് ഒരു ബാലൻസിങ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വരി, എന്നെ ബാധിക്കാത്ത കാര്യമാണ്, നിങ്ങൾ മനുഷ്യനായി പോവില്ലയോ എന്നുള്ള ഒരു പേടിയുടെ പുറത്ത് നമ്മളൊരു കാര്യം പറയാതിരിക്കാൻ ഞാൻ ചെയ്യാറില്ല. പറയേണ്ടതാണെങ്കിൽ പറയാം, ഇതാണ് നമ്മൾ പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കൈപ്പേറിയ സത്യങ്ങളായിരിക്കും, വാസ്തവങ്ങളായിരിക്കും. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇവിടെ എന്തുകൊണ്ട് ഈ പറയുന്ന ഈ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അതിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു നോൺ സീറോ റിസ്ക് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാതെ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ചോദിക്കുമ്പോൾ അത് പറയുമ്പോൾ കൃത്യമായ കണക്ക് ചോദിച്ചു പോകാന്ന് പറയാൻ, ഇനി അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മൊത്തം ഇസ്ലാമിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, മൊത്തം മുസ്ലിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 15% തീവ്ര ഇസ്ലാം കൊണ്ടു നടക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കുന്ന ഒരു 80 to 85 അല്ലെങ്കിൽ 90% മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് തന്നെ തീവ്രമായ ഇസ്ലാം ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഈ 90% മുസ്ലിങ്ങളിലും ഒരു വലിയ ശതമാനം മുസ്ലിങ്ങൾ ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസിൽ പെട്ടുപോകുന്നു. അങ്ങനെ പെട്ടുപോകുന്ന ആളുകളുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20% ഉണ്ട്. ഇത് സംബന്ധിച്ച് സ്റ്റഡീസ് US നടന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കത്തെഴുതിയിട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് വേറെ രാജ്യങ്ങളിലെ കണക്കാണ്. അത് തന്നെയാണ് നമ്മുടെ പരാജയം. ഇത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത്. ഇവിടെ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ചു, ഇത് സോൾവ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സോൾവ് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പറയുന്നത്? ഇന്നിപ്പോ മോദി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. മോദി നോക്കുകയാണ്, നമുക്ക് ഇസ്ലാമിക തീവ്രവാദത്തെ ഒന്ന് സോൾവ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് സോൾവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ മോദി കുറെ അന്വേഷിച്ചു, മൊത്തം രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു. ഇസ്ലാമിക തീവ്രവാദത്തെ വളരെ ഫലപ്രദമായിട്ട് തടഞ്ഞു നിർത്തിയിട്ടുള്ള 2 മോഡൽസ് കിട്ടുകയാണ്. ഒന്ന് UAE മോഡൽ, 2 താജിക്കിസ്ഥാൻ മോഡൽ. UAE മോഡൽ എന്താണ്? UAE മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രവാദവുമായി കണക്ഷനുള്ള സംഘടനകളെ നിരോധിക്കുക. മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചു. ഈ തീവ്രവാദ സംഘടനകൾ അവർക്ക് വെള്ളവും വളവും കൊടുക്കുന്ന TV ചാനലുകൾ, മാധ്യമങ്ങളെ നിരോധിക്കുക. അവിടെ അൽ ജസീറയെ നിരോധിക്കുന്നു, അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ആളുകളെ നിരോധിക്കുന്നു, അവരുടെ ഫണ്ടിങ് നിരോധിക്കുന്നു. ഇത് 2 കൊള്ളാലോ എന്ന് തോന്നിയിട്ട് മോദി ഇന്ത്യയിലേക്ക് തിരിയുന്നു. ഇവിടെ ആരൊക്കെയാണ് ഇതുപോലെ പണിയെടുക്കുന്നത്? ഒന്നാമത്തെ സംഘടന ജമാഅത്ത് ഇസ്ലാമി, രണ്ടാമത്തെ സംഘടന SDPI, ഈ മൂന്നാമത്തത് മുസ്ലിം ലീഗ്, 4 ഈ പറയുന്ന നമ്മളുടെ സമസ്ത. UAE മറ്റൊന്നുകൂടി ചെയ്തിട്ടുണ്ട്. ഈ വളരെ തീവ്രമായിട്ടുള്ള അധ്യാപനങ്ങൾ നടത്തുന്ന, പാഠഭാഗങ്ങൾ ഇറക്കുന്ന സംഘങ്ങളെ പോലും അവിടെ നിരോധിച്ചിരിക്കുകയാണ്. സ്റ്റേറ്റ് തീരുമാനിക്കും എന്ത് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത്. അതിന് ഹിദായ എന്ന് പറഞ്ഞ് പേരിട്ടൊരു സാധനം തന്നെ അവർ ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള മദ്രസ ബോർഡുകൾ ഇവിടെ നിർത്തലാക്കേണ്ടി വരും. അപ്പൊ മോദി അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മോദി മുസ്ലിം വേട്ട നടത്തുന്നത് നിങ്ങൾ പറയില്ലേ? മോദി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ ഇതിനൊക്കെ എതിരാണെന്ന് നിങ്ങൾ പറയില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയില്ല. അപ്പോൾ UAE മോഡൽ ഇന്ത്യയിൽ ഫെയിലാണ്, സമ്മതിക്കില്ല. ഇനി അടുത്തത് ഏതാണ്? താജിക്കിസ്ഥാൻ. താജിക്കിസ്ഥാനിൽ എന്താണ് അവർ ചെയ്യുന്നത്? പർദ നിരോധിക്കുന്നു, ഹിജാബ് നിരോധിക്കുന്നു. ഈ മീസലാതെ താടിയും വെച്ചിട്ട് താജിക്കിസ്ഥാനിൽ നടന്ന പകുതി പഠിച്ചുവിടും. എന്താ കാരണം? അവരതിനെ കാണുന്നത് അത് സൈൻ ഓഫ്, സിംറ്റം ഓഫ് എക്സ്ട്രീമിസം എന്നാണ് അവർ വിളിക്കുന്നത്. കാരണം താജിക്കിസ്ഥാന്റെ കണ്ണിൽ എവരി മുസ്ലിം ഇസ് എ പൊട്ടൻഷ്യൽ ജിഹാദി. ഈ പറയുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടായാൽ അത് ഉറപ്പിച്ചു, അത് എക്സ്ട്രീമിസം ആണ് എന്ന് ഉറപ്പിച്ചു. അവരെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് വരെ കൊണ്ടുപോവാണ്. ഇതാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ, ഏതെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള എന്തെങ്കിലും സാധനം പറഞ്ഞു എന്ന് വിചാരിക്കുക, ആ പള്ളി ഇടിച്ചു നേരത്താണ് JCB കൊണ്ടുവന്ന് ഇടിക്കും. മോദി ചെയ്യുന്നു അല്ലെങ്കിൽ യോഗി ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന JCB കൊണ്ടുവന്ന്, JCB എന്നുള്ള വാക്കുകൾ ഇവിടെ മിണ്ടാൻ ഈ BJPക്കാർക്ക് അവകാശമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ സമ്മതിക്കുമോ? മോദി ചെയ്യാൻ ഇറങ്ങിത്തിച്ച് അപ്പം നിങ്ങൾ എന്താ പറയാ? ഇത് വീണ്ടും മുസ്ലിം വേട്ട എന്ന് നിങ്ങൾ പറയും.
അപ്പൊ ഞാൻ പറയുന്നത് ഇത് രണ്ടുമല്ല ഇതിന്റെ വഴി എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇതിന്റെ വഴി? ഇതിന്റെ വഴി മുസ്ലിങ്ങളെ എംപവർ ചെയ്യുക, ഇതിനെ തള്ളിക്കളയാൻ, മുസ്ലിങ്ങൾക്ക് ഇതിനുള്ള ഒരു ധൈര്യം കൊടുക്കുക, ഇവർക്ക് തിരിച്ചറിയാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക, ഇതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ വഴി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് വിലങ്ങതടികളായിട്ട് നിൽക്കുന്ന ദ ഡോഗ് ഇൻ ദ മേഞ്ചർ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? അത് ഇവിടുത്തെ സ്വതന്ത്ര ഇന്ത്യക്കാരായിട്ട് മാറുന്നു, ഇവിടുത്തെ കപട മതേതരവാദികളായിട്ട് മാറുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് നടത്തുന്ന ആളുകൾ പറയുന്നു എങ്ങനെയാണ് അവർ ആ ഒരു ഡോഗ് ഇൻ ദ മേഞ്ചർ ആവുന്നത്? കാരണം നമ്മൾ തീവ്രവാദത്തെക്കുറിച്ച് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ പറയുന്നത് ആരാണ്? പാൽക്കാരൻ മുഹമ്മദ് ഖാനെ കുറിച്ചും അല്ലെങ്കിൽ പത്രക്കാരൻ അബൂബക്കർ ഖാനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയും, മമ്മൂട്ടിനെ കുറിച്ച് പറയുന്നു, ഷാറുഖ് ഖാനെ കുറിച്ച് പറയും. നമ്മൾ അവരെ കുറിച്ചാണോ പറയുന്നത്? അല്ല. ജിഹാദികളെ കുറിച്ചും ജിഹാദിലേക്ക് ആകർഷ്ടരായിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചും ഈ പറയുന്ന തരത്തിലുള്ള അധ്യാപനങ്ങൾക്ക് കാതോർക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരാണ് ഈ ജിഹാദി ദാവ ഇൻഫ്ലുവൻസിൽ പെട്ടുപോയിരിക്കുന്ന ആളുകൾ. അപ്പോൾ ജിഹാദിനെ കുറിച്ചും ജിഹാദികളെ കുറിച്ചും പറയുന്നത് നിങ്ങൾ എന്തിനാണ് നല്ല മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് ഇടുന്നത്? എല്ലാ ഗ്രൂപ്പിലുണ്ട് നന്മയുള്ള ആളുകൾ, അതാണ് നമ്മൾ പറയുന്നത്. മുസ്ലിങ്ങളിൽ നന്മയുള്ള ആളുകളുണ്ട്, അവരെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. അവരവിടെ ഉണ്ട് എന്നതിന്റെ പേരിൽ അവരുടെ ഇടയിലുള്ള ഇത്തരം ആളുകളെ നമ്മൾ പറയാതിരിക്കണം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവുക? അങ്ങനെ ആകാനുള്ള സാധ്യത ഇവിടെ കൂടുതലുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ആ സാധ്യതയുടെ കാരണമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കാരണം ഈ പറയുന്ന ഡോക്ടറിനൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു ഒപ്പോസിഷൻ ടു ഒരു റിഫോർമേഷൻ, 3 ഈ പറയുന്ന ഒരു സാമൂഹിക സാഹചര്യം, ഇതിന് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള സാമൂഹിക സാഹചര്യം, പിന്നെ ഫ്രീക്വൻസി, ഇത്തരം അറ്റാക്കുകളും സംഗതികളും അടിക്കടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഗതികളെ കുറിച്ച് ഇതിലെ മറ്റൊരു കാര്യം, ഹമാസ് ഒക്ടോബർ 7 നടത്തിയ സംഗതിയെ ഹമാസ് എന്തെന്നാണ് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുക. അത് ടെററിസം എന്ന് നാട്ടുകാർ മുഴുവൻ വിളിക്കുമ്പോഴും ജിഹാദികളെ അതിനെ വിളിച്ചത് റെസിസ്റ്റൻസ് എന്നാണ്. ഈ റെസിസ്റ്റൻസ് ആണെന്നല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒക്ടോബർ 7 എന്ന് പറയുന്ന സംഗതി, ആ വിഷയം, അതിനെ ഇപ്പോഴും ഒരു തീവ്രവാദ ആക്രമണമാണ് എന്ന് എത്ര മുസ്ലിങ്ങളോടെ വിശേഷിപ്പിക്കുന്നു? ഇനി പോട്ടെ, ഇതിൽ ശതമാനക്കണക്കാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ ഉണ്ടായിരുന്ന മഹല്ല് പള്ളിയിലാണ് ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ചത്. അത് ഏകദേശം ആ മഹല്ലിലെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒരു 15% ആളുകൾ വന്നു എന്ന് കൂട്ടുക. അതാണ് അവിടെ കാണുക. എന്ന് പറഞ്ഞാൽ ഒരു 100 പേര് ആ പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 15 ആള് അവിടെ നിന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ ഓരോ കണക്കുകളും നിങ്ങൾ എടുത്ത് നോക്കുക. യാക്കൂബ് മേമന് വേണ്ടിയിട്ട് വലിയ ജനസാഗരമാണ് അവിടെ ഒഴുകിയത്. പാഷ അൽ ഉമ്മ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, അതിന്റെ മുതലാളി ഇതേപോലെ മരിച്ചു. അയാൾ മരിച്ചപ്പോൾ അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഇറങ്ങി തിരിച്ചത് കോയമ്പത്തൂര് ആയിരക്കണക്കിന് ആളുകളാണ്. അജ്മൽ കസബിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതാരാ ചെയ്യുന്നത്? സാധാരണ മുസ്ലിങ്ങളാ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് അതിലേക്ക് പോകാൻ കഴിയുന്നത്? അവര് ഇതിനെ റൊമാൻറ്റിസൈസ് ചെയ്യാണ്. ഇവരൊക്കെ മരിച്ചത് എന്ത് വലിയ ഞാൻ ഈ പറയുന്ന ഒസാമ ബിൻ ലാദന് മയ്യത്ത് നിസ്കരിച്ച പള്ളിയിൽ അവിടെ അവർ പറഞ്ഞ കാര്യം എന്താണ്? അതായത് ഒരു വലിയ പാശ്ചാത്യ ശക്തികൾക്കെതിരെ പോരാട്ടം നയിച്ച നമ്മുടെ നേതാവാണ് ഒസാമ ബിൻ ലാദൻ. ആ ലാദൻ മരിച്ചു, ആ ലാദന് വേണ്ടി നമുക്ക് മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ജിഹാദിയായിട്ടുള്ള ലാദനല്ല, അവിടെ പോരാട്ടം നടത്തിയ റെസിസ്റ്റൻസ് നടത്തിയ ആളെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ചോദിക്കുകയാണ്, ഹമാസിന്റെ റെസിസ്റ്റൻസ് ആയിട്ടാണോ ഇവിടെ നൂറ് കാണുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ ഒക്ടോബർ 7 അവർ നടത്തിയെന്ന് പറയുന്നതിനെ ഹമാസ് വിശേഷിപ്പിക്കുന്നത് റെസിസ്റ്റൻസ് ആയിട്ടാണ്, കേരളത്തിലെ മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നത്, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും വിശേഷിപ്പിക്കുന്നത് റെസിസ്റ്റൻസ് ആയിട്ടാണ്. ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന സനാതൻ സംസ്ഥ ഏത് തന്നെ സംഘടന എടുത്തോളൂ, ഈ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് അത് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ എത്ര ഹിന്ദു തീവ്രവാദ സംഘടനകൾ അതിനകത്തുണ്ട്? നിങ്ങൾ പറയാ ക്രിസ്ത്യൻ സംഘടനകൾ അതിനകത്തുണ്ട്, ഞാൻ എണ്ണി കാണിച്ചു തരാം. പക്ഷെ ഹിന്ദു സംഘടനകൾ എത്ര എണ്ണം അതിനകത്തുണ്ട്? നിങ്ങൾ എണ്ണി കാണിക്കുക. അപ്പൊ നമ്മൾ റിയാലിറ്റി ചെക്ക് നടത്തിയിട്ട് ഈ കണക്കുകൾ നിങ്ങൾ എടുക്കണമെന്ന് പറയുമ്പോൾ, കണക്കുകൾ വെച്ച് തരുമ്പോൾ അതിലെ കണക്കുകൾ നിങ്ങൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഒരു രസത്തിനല്ലല്ലോ കണക്ക് വെക്കുന്നത്. ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് പ്രകാരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റഡീസ് പ്രകാരം കൃത്യമാണ് ഇതിന്റെ ഫ്രീക്വൻസി. അത് ഇസ്ലാമിക് ടെററാണ്. ഇതിൽ ഏർപ്പെടുന്ന ആളുകൾ അത് ഇസ്ലാമിക് ടെററിന്റെ വക്താക്കളാണ്, ജിഹാദിസമാണ്. അത് ഓൾമോസ്റ്റ് 80% എന്ന് വരുമ്പോൾ അത് ചെറിയ കണക്കല്ല. കൊല്ലപ്പെടുന്ന ആളുകൾ കൂടുതൽ മുസ്ലിങ്ങളാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ജിഹാദിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് ടെററിന്റെ ഏറ്റവും വലിയ ഇരകൾ ആരാണ്? അത് മുസ്ലിങ്ങളാണ്. ഇത്രയും നമ്മൾ പറയുന്നിടത്താണ് ഇതിന് പ്രയോറിറ്റൈസ് ചെയ്യണമെന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതായത് ഇവിടെ നിങ്ങളെല്ലാം ഒരേപോലെ കാണും. അതിന്റെ അർത്ഥം എന്താണ്? മറ്റാരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നല്ല. അതാണ് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു വലതുപക്ഷ ശാക്തീകരണം നടക്കുന്നത് പോലും ഇവിടെ സൂചിപ്പിച്ചല്ലോ, സിനിമയുടെ കാര്യം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ എമ്പുരാന്റെ കാര്യം അതല്ലെങ്കിൽ ഇന്നത്തെ സിനിമകളെ കുറിച്ചാണ് നിങ്ങളുടെ ആശങ്ക. ഇവിടെ വളരെ സുഗമമായിട്ട് ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. തനിയെ ഉണ്ടായതല്ല, ഉണ്ടാക്കിയെടുത്തു.
അതിലൊക്കെ പങ്കുവച്ചിട്ടുള്ള സംഘടനയാണ് അവരുടെ വേദിയിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. KYS പോലുള്ള സംഘടനകൾ, അതായത് ശബരിമലയൊക്കെ എങ്ങനെയാണ് ഇവർ എക്സ്പോസ് ചെയ്തതെന്നുള്ളത് നോക്കുക. ആ ഒരു ചരിത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് വിശ്വാസികൾ പോലും പറയുന്നത് അവിടെ മകരവിളക്ക് തെളിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എത്തിയത്? തന്നെ എത്തിയതല്ല. ഇവിടെ നിർമ്മാല്യം പോലുള്ള മൂവി ഇവിടെ എടുത്തിട്ടുണ്ട് 1970-കളിൽ. ഇന്നും ഇസ്ലാമിനെ വിമർശിച്ചിട്ട് ഒരു മൂവി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഇതാ ഞാൻ ചോദിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയെ വിമർശിച്ചുകൊണ്ട് ഇവിടെ മൂവി ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ കാർട്ടൂൺ വരയ്ക്കുന്ന തല പോകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഇത് പേരിൽ ഇന്ന് സിനിമ എടുക്കുമ്പോൾ ആ സിനിമ എടുത്ത ആളുകളെ കൊല്ലുന്ന ഓഫീസ് തന്നെ ബോംബിട്ട് തകർക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതിന്റെ മുന്നിൽ നിങ്ങൾ വെച്ചിട്ട് സനാതന സംസ്ഥയെ കൊണ്ടുവച്ചുകൊണ്ട് ബാലൻസ് ചെയ്യാൻ നോക്കി കഴിയുമ്പോൾ ശരിയാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് മൂർഖനാണെങ്കിൽ ഒന്ന് മൂർഖനല്ലാത്ത വേറെ പാമ്പുകളാണ്. എന്നാൽ എല്ലാം പാമ്പാണ്, എല്ലാത്തിനും വിഷമുണ്ട്. അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറൈസേഷൻ നടത്തി അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിന് വേണ്ട നടപടികളാണ് എടുക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ആത്മസംസ്കരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ചിത് പറഞ്ഞു ഇനി കുറച്ച് അത് പറഞ്ഞേക്കാം, ആ ലെവലിൽ കാര്യം ചെയ്യാനോ എന്നെ കിട്ടില്ല. അതുകൂടാതെ അതിന്റെ പേരിൽ ഇനി മനുഷ്യനല്ലാതെയാകും എന്നുള്ളൊരു പേടിപ്പെടുത്തലിന്റെ ഭാഗമായിക്കൊണ്ട് അല്ലെ ആ ഒരു ചാപ്പ ഭയന്നുകൊണ്ട് നമ്മൾ എന്നാൽ ഇനി നാളെ മുതൽ കുറച്ച് ഹിന്ദുമത വിമർശനം നടത്തിയേക്കാം. അത് ഞാൻ ചെയ്യുന്നില്ല. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ ഇസ്ലാമിനെ വിമർശിക്കണ്ടല്ലോ, നിങ്ങൾ സമാധാനമായിട്ട് ബാക്കിയുള്ളതിനെ വിമർശിക്കൂ. അതാണ് ഞാൻ പറയാം. എന്താ നിങ്ങൾ അത് ചെയ്യാത്തത്? അപ്പൊ അതെ, നിങ്ങൾ പറയാം, അതെ ഞാൻ ഇനി ഇസ്ലാം മത വിമർശനം നടത്തില്ല, ഞാൻ ഇനി ജിഹാദികളുടെ പിന്നാലെ ഞാൻ പോകുന്നില്ല, ഞാൻ ഇനി മുതൽ ഹിന്ദുമത വിമർശനം മാത്രമേ നടത്തുള്ളൂ. എന്തുകൊണ്ട് ഇവിടുത്തെ ഈ ബാക്കിയുള്ള സ്വതന്ത്ര ചിന്തകൾക്ക് അത് ചെയ്തുകൂടാ? അത് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഡോഗിന്റെ മേജർ ആവുന്നതാണ് നമ്മുടെ പ്രശ്നം. അപ്പം നമ്മൾ ആ ചെയ്യുന്ന ആളുകൾ അതിനു വേണ്ടി വിടുക. ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു, ഇനി ഇത്രയൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് തന്നെ എന്താണ്? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് കേട്ട് അവർക്ക് ആദ്യമൊക്കെ വിഷമമൊക്കെ ഉണ്ടാവും. കാരണം ഈ ജിഹാദിനെ തള്ളിക്കളയെന്ന് പറയുന്നത് എളുപ്പമല്ല ഒരു മുസ്ലിം സംബന്ധിച്ച്. കാരണം ഞാനടക്കം മദ്രസകളിൽ പഠിച്ചു വന്ന എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ വെള്ളം കോരി കൊടുക്കുന്നതാണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ മുഹമ്മദ് നബിയോട് ചോദിക്കുന്ന ആ ചോദ്യമുണ്ട്, ഏതാണ് മികച്ച ജിഹാദ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, നിനക്കും നിന്റെ കുതിരയ്ക്കും പരുക്ക് പറ്റുന്ന അല്ലെങ്കിൽ രക്തമൊഴുകുന്ന ജിഹാദാണ് ഏറ്റവും മികച്ച ജിഹാദ്. ജിഹാദിനെ കുറിച്ച് ചിന്തിക്കാതെ നീ മരിച്ചുപോയാൽ നീ കുഫറിനോട് അടുത്തു എന്ന് പറയുന്ന സാധനം ഇവിടെ വെച്ചിട്ട് ആളുകൾ ഇതിലേക്ക് നയിക്കുമ്പോൾ അത് സൂയിസൈഡ് ബോംബിങ് പോലെ അതിൽ സാധൂകരിക്കുന്ന അവസ്ഥയോടെ ഉണ്ടാകുമ്പോൾ ആ തരത്തിലുള്ള അധ്യാപനമൊന്നും മറ്റു മതങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇന്നും അത് കൊണ്ടു നടക്കും. ഞാൻ എപ്പോഴും പറഞ്ഞു, ഇന്നത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇന്നും അത് കൊണ്ടു നടക്കുന്നു. നമുക്കതേ കുറച്ച് മുസ്ലിങ്ങളെ കൊന്നുകളയാം എന്ന് പറഞ്ഞ് ഹിന്ദു മതത്തിലെ ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒരു തീവ്രവാദി ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് ഒരു ശത്രുത ഒട്ടും തന്നെ ഇല്ലാത്ത ആളുകളെ പോലും ഇന്ന് കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദം തന്നെയാണ്. കാരണം അതിന് അവരുടെ പ്രേരക ശക്തിയായിട്ട് വരുന്നത് ഇസ്ലാമിലെ ഡോക്ട്രിനാണ്. അതാണ് 5:33 വെച്ചുകൊണ്ട് ജോസഫ് മാഷ് കൈവെട്ടുന്നതായാലും അതല്ലെങ്കിൽ ഇപ്പോൾ കാഫറിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ച് പഹൽഗാമിൽ അവിടെ മുണ്ടുവെക്കി നോക്കിയിട്ട് തല വെട്ടുന്നു അല്ലെങ്കിൽ വെടിവെക്കുന്നതായാലും അതല്ലെങ്കിൽ ഗസ്വ ഹിന്ദ് എന്ന് പറഞ്ഞിട്ട് കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുമ്പോൾ അതെല്ലാം ഡോക്ട്രിനലാണ്. ഹദീസിലുണ്ട്, ഈ കിതാബിൽ എഴുതി വെച്ച സാധനമാണ്. അതേ സാധനം നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഹെയ്റ്റ് ക്രൈമും ഈ ടെററിസവും അല്ലെങ്കിൽ ഈ ഡോക്ട്രിൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ റിലീജിയസ് ആയിട്ടുള്ള ടെററും തമ്മിൽ വേർതിരിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് ഇത് എന്ത് സ്വതന്ത്രതയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ പഠിക്കേണ്ട രണ്ട് സാധനം, ഒന്ന് ഇത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക, രണ്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കുക എന്നാണ് ഞാൻ പറയാം. ഇത് രണ്ട് ചെയ്യാത്ത കാലത്തോളം നിങ്ങൾക്ക് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യനല്ലാതെ ഇപ്പം ആ ജാതി സാധനമൊന്നും നമ്മൾ എടുക്കുകയല്ല, അത് ഇറക്കുകയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ദൈവത്തെ പോലെയാണ് മുറിവേൽപ്പിച്ചതിന് ശേഷം സുഖപ്പെടുത്തുന്ന ഒരു ടെസ്റ്റാണ് ആരിഫ് നടത്തുന്നത്. പേപ്പട്ടികളെന്ന് വിളിക്കുക, ആക്ഷേപിക്കുക, അതിനുശേഷം അവരെ അത് കേട്ട് അവരെ നാണിച്ച് ലജ്ജിച്ച് സ്വയം ഒരു അവഹേളനം തോന്നി അവർ ശരിയായ ഒരു പാതയിലേക്ക് വരുമെന്നുള്ളതാണ്. ആ രീതിയാണോ നമ്മൾ ഒരു എല്ലാവർക്കും പിന്നെ സമ്മതമുള്ള ഒരു അനുകൂലമായ രീതി? മുറിവേൽപ്പിച്ചുകൊണ്ട് പിന്നെ അവരെ സുഖപ്പെടുത്തുക, അവഹേളനങ്ങൾ കൊണ്ട് അവരെ നേരെയാക്കാൻ ശ്രമിക്കുക. അതായത് ഒരു വളവുള്ള കമ്പിയെ അടിച്ചൊടിച്ച് രണ്ട് ആക്കുമ്പോൾ അത് നേരാകുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത്രത്തോളം ഇവരോടുള്ള ഈ നയങ്ങൾ കൊണ്ട് അവരിൽ കൂടുതൽ എതിരായിട്ടുള്ള ഒരു വികാരമാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും ആരിഫിനെ കേൾക്കാൻ പോലും പല വിശ്വാസികളും തയ്യാറാകുന്നില്ല. അവൻ നമ്മളെ ആക്ഷേപിക്കുകയുള്ളൂ, പേപ്പറ്റിയെന്ന് വിളിക്കും. അതുപോലെ തന്നെ സർക്കംസിഷനോടനുബന്ധിച്ചിട്ടുള്ള പരിഹാസവാക്കുകൾ, ഇതൊക്കെ പറയുന്നതുകൊണ്ട് അവർ ആരിഫിനെ കേൾക്കാൻ തന്നെ സന്നദ്ധമാകുന്നില്ല. ആരിഫ് എന്താണ്, ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അവർ ആരിഫിൻ്റെ ഒരു ഇതും ആരിഫിന് കൂടുതലുള്ളത് അവർക്കെതിരെ ഉള്ളവരുടെ അണികളാണ്. ആരിഫിൻ്റെ പോസ്റ്റ് നോക്കിയാലും വീഡിയോ നോക്കിയാലും പ്രഭാഷണങ്ങൾ നോക്കിയാലും അവിടെയെല്ലാം ആരിഫിനെ കൈയടിക്കുന്നതും ഹുറേ വിളിക്കുന്നതും ഈ വേറൊരു വർഗീയ സംഘടനയുടെ അതിൻ്റെ അണികളാണെന്നുള്ളതാണ്.
ഇതിപ്പോൾ മുസ്ലിങ്ങളുടെ തീവ്രവാദിസം നിർത്താൻ വേണ്ടി മദ്രസകളെല്ലാം ഇടിച്ചു പൊളിക്കാൻ നരേന്ദ്രമോദിക്ക് ഭയമാകുന്നു എന്ന് പറയുന്നത് തന്നെ എത്രയോ പരിഹാസ്യമായ ഒരു കാര്യമാണ്. അവർക്ക് വേണം ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഉണ്ട്, അവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പ്രതിസ്ഥാനത്ത് ആളുകൾ എപ്പോഴും നിങ്ങളെ തകർക്കാൻ, ഹിന്ദുവിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ട് ഇവിടെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട്, അപ്പോൾ അവിടെ കുറച്ച് മദ്രസകൾ ഇരുന്നോട്ടെ എന്ന് വെച്ചാണോ നരേന്ദ്രമോദി അതിന് ശ്രമിക്കാതിരിക്കുന്നത്? ആഭ്യന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഈ ആഭ്യന്തര ശത്രുക്കളെന്ന് അവരുടെ പ്രമാണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും, അത് ഒന്നാം സ്ഥാനത്ത് മുസ്ലിങ്ങൾ, രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകൾ. അപ്പം അത്തരമുള്ള വൈരമുള്ള അവരുടെ തത്വസംഹിതകളിൽ അത് എഴുതി വെക്കപ്പെട്ട ഒരു കാര്യത്തിൽ അവർ മുസ്ലിങ്ങൾ ജിഹാദിസം ഇവിടെ വളർന്നോട്ടെ എന്ന് വെച്ച് കണ്ണടക്കുകയാണെന്ന് പറയുന്നത്, അതിനകത്തെ ആ ഒരു തമാശ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു പുസ്തക പ്രകാശനം നടന്നു. ശ്രീ വേണുഗോപാലിൻ്റെ മതം പറയുന്ന കേരളം, മതം ചോദിക്കുന്ന കേരളം, ജാതി ചോദിക്കുന്ന കേരളം. അപ്പം ഈ സനാതനമാകട്ടെ, സനാതന ധർമ്മത്തിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സംസ്ഥാപനത്തിലാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവിടെ ഉണ്ടാകുമ്പോൾ ഈ സനാതനത്തിൽ ഔട്ട് ഓഫ് റിലീജിയനാണ് ആര്? അവർണരെന്ന് വിളിക്കപ്പെടുന്നവർ. അവരെപ്പോഴും അവരുടെ സേവകരോ ശൂദ്രരോ അതിൽ താഴ്ന്ന ആൾക്കാരാണ്. അവരെ ആ വ്യവസ്ഥയെ തന്നെ നിലനിർത്താനായിട്ടാണ് സനാതനം ഒരിക്കലും മാറ്റാൻ പറ്റാത്തത് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ഇവിടെ എന്താണ് മുൻകാലങ്ങൾ കഴിഞ്ഞു പോയത് അത് നിലനിൽക്കുക, അതിനെ സംസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇസ്ലാമിൻ്റെ ജിഹാദിസുണ്ട്, ഇസ്ലാം ശരിയല്ല. ശരിയല്ല, ആരും ശരിയല്ല. വർഗീയപരമായിട്ടൊരു ഭരണ സംവിധാനമോ എന്തെങ്കിലും ഒരു നീതിയിൽ വർഗീയത നോക്കുകയോ എവിടെയെങ്കിലും അതിനൊരു വ്യത്യാസങ്ങൾ കാണിക്കുക, പക്ഷാപാതം കാണിക്കുക, അതെല്ലാം തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഒരു വർഗീയ ഗവൺമെന്റ് ഒരിക്കലും മറ്റൊരു വർഗീയ ശക്തിയെ അപഹസിക്കാനോ അവരെ കുറ്റവാളിയാണെന്ന് പറയുന്നതിന് സാധ്യമല്ല. പക്ഷെ പറയാം, അവർക്ക് ചെയ്യാവുന്ന എല്ലാ നടപടികളും അവർക്ക് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ബാലുശ്ശേരിയും മറ്റുള്ള അതുപോലെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുക എന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊന്നും അനുകൂലിച്ചുകൊണ്ടല്ല, അവരെ മനസ്സിലാക്കണം എന്താണ് മുസ്ലിങ്ങൾ ഇന്ന് നേരിടുന്ന ഈ ഭീഷണികളും പ്രതിസന്ധികളും എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മാറ്റത്തിന് തയ്യാറാകണം. ഇതുപോലെ തന്നെ ഉമാഭാരതി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും അല്ലാതെ ഈ ഹിന്ദു സന്യാസി സഭയിലുള്ള നോർത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ പ്രകോപനപരമായ ഒരുപാട് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. അതൊരു വിഭാഗത്തിന്റെ മാത്രം സ്വഭാവമല്ല, മറ്റുള്ളവരെല്ലാം ആടുകളും ഇസ്ലാമിലെ തീവ്രവാദികൾ മാത്രം ചെന്നായ്ക്കളുമല്ല. ഓരോ ഹിന്ദുവും അവന്റെ അരയിലൊരു കടാര കരുതണം, അടുത്ത് വരുന്ന മുസ്ലിമിന്റെ പള്ള കീറാനെന്ന് പറഞ്ഞവരുണ്ട് ഇവിടെ. അതുപോലെ ഒരുപാട് വിവാദപരമായ ഒരുപാട് പ്രസ്താവനകൾ നടത്തിയ ആൾക്കാരുണ്ട്. അവരുടെ ഒന്നും നമ്മൾ പരാമർശിക്കുന്നില്ല. എപ്പോഴും നമ്മൾക്ക് മുന്നിൽ വെക്കാനുള്ളത് ബാലുശ്ശേരി. അതെന്താണ്? അതൊരു അജണ്ടയാണ്. എപ്പോഴും പ്രശ്നമുള്ളവരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണെന്നുള്ളതിൻ്റെ ഒരു ബിംബം എവിടെയെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിക്കുക, അതാണ് അതിൻ്റെ ഒരു അജണ്ട. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്വതന്ത്ര ചിന്താഗർ ഒരു നല്ല കാലത്തിനും നല്ല ലോകത്തിനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാകണം. ഇപ്പം അല്ലാമ ഇക്ബാൽ നമ്മളുടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ ഗാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് സാരേ ജഹാം സെ അച്ഛ. അദ്ദേഹം ഒരു UK മതപണ്ഡിതനായിരുന്നു. മതം പഠിച്ച് മതത്തിലെ എല്ലാ രീതികളിലുള്ള വായനയും നടത്തിയ ആളാണ്. അദ്ദേഹം ബ്രിട്ടനിൽ പോയി തത്വശാസ്ത്രത്തിൽ ബിരുദം എടുത്ത ആളാണ്. അദ്ദേഹമാണ് പാടിയത് സാരേ ജഹാം സെ അച്ഛ. നമ്മുടെ ഭാരതമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥലം, അവിടെയുള്ള മനുഷ്യരെല്ലാം ബുൾബുൾ പക്ഷികളെ പോലെയാണ്, നമ്മളൊന്നാണ് എന്ന് പാടിയ അല്ലാമ ഇക്ബാലാണ്. അതുപോലെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലാവട്ടെ എല്ലാ ചരിത്രത്തിലും കൂടെ നോക്കിയ പണ്ഡിതന്മാരായ ആളുകൾ, ഡോക്ടർ സക്കീർ ഹുസൈൻ തൊട്ട് മൗലാന അബ്ദുൽ കലാം ആസാദ് തൊട്ട് ഇങ്ങേയറ്റത്ത് നമ്മളുടെ പഴയ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം വരെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നവരാണ്. മതം ചെറുപ്പത്തിലെ പഠിച്ചവരാണ്, പരിശീലിച്ചവരാണ്. പക്ഷെ അവരുടെയൊക്കെ മനോധർമ്മങ്ങളുടെ അനുസരിച്ചാണ് അവരതിനെ മതത്തിനെ ജീവിതത്തിലേക്ക് എടുത്തത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. ഇപ്പം ഞാൻ തന്നെ മതം പഠിച്ചോന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഇന്ന് പഠിച്ചവരുടെ വിശദീകരണങ്ങളും വിശകലനങ്ങളും വിമർശനങ്ങളും കേട്ടുകൊണ്ട് നമുക്ക് അതിന് സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ എല്ലാ വിഷയങ്ങളും, എല്ലാ മതക്കാരുടേതും. അപ്പോൾ പഠിക്കാനായിട്ട് നമുക്ക് അവസരമുണ്ട്. നമ്മളുടെ വീടുകളിൽ മതവിദ്യാഭ്യാസം മാത്രം നൽകി മക്കളെ
അതിലേക്ക് എന്തോ പുണ്യമാണ്. നമ്മുടെ മക്കള് മതജീവിയാകുന്നത് വലിയ അഭിമാനമായിട്ട് കാണുന്ന മനുഷ്യർ ഓർക്കണം, നാളെ സ്വസ്ഥതയില്ലാത്ത ഒരു സാംസ്കാരിക ചുറ്റുപാടോ പൊതുജീവിതമാണ് നമുക്ക് വരാനിരിക്കുന്നതെന്ന്. ന്യൂനപക്ഷമാണ്, അവരെ ഒതുക്കാം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ആഭ്യന്തര സമാധാനം തകർക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ 1-2 ആളുകൾ തീരുമാനിച്ചാൽ അതിന് അണികളും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരിലുമുള്ള മതപരതയും മതതീവ്രതയും കുറച്ചുകൊണ്ട് മനുഷ്യനായി ജീവിക്കുകയുമുള്ള ചുരുങ്ങിയ കാലം 10, 70, 80 വയസ്സ്, അതിൽ ഏറ്റവും യൗവനകാലം വളരെ പരിമിതമായ ഒരു കാലഘട്ടമുള്ളൂ. അത് പരസ്പര വിദ്വേഷത്തിനും രാജ്യത്തിന്റെ പുരോഗമനം തടയാനും അങ്ങനെയുള്ള കലാപങ്ങൾ, കണ്ണുനീര്, ചോര, ഇതിനൊക്കെ ആയിട്ട് അവനവൻ്റെ മക്കളെ തള്ളിവിടണോ? അത് ഏതോ ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ട്, ഏതോ ഒരു ഭാവനയിലുള്ള കേൾവിയുള്ള പരമ്പരാഗതമായി കിട്ടിയ വിശ്വാസങ്ങളുടെ പേരിൽ നമ്മളുടെ ജീവിതം കുട്ടിച്ചോറാക്കണോ എന്ന് ഓരോ മനുഷ്യരും ചിന്തിക്കുക. അത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ദേശീയത പറയുകയല്ല, ദേശീയത ഒരു തരത്തിലുള്ള തീവ്രവാദം തന്നെയാണ്. എങ്കിലും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് സമാധാനപരമായും സാമൂഹ്യപരമായും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് നൽകുവാൻ ഓരോ മനുഷ്യരും തയ്യാറാകണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ മതപരത കൂടുതൽ മക്കളിലേക്ക് കുത്തി നിറയ്ക്കാതെ ശാസ്ത്രാവബോധമുള്ള നല്ല പൗരന്മാരാക്കി, സഹിഷ്ണുതയുള്ള, ശാസ്ത്രാവബോധമുള്ള, കാരുണ്യമുള്ള, സ്നേഹമുള്ള നല്ല പൗരന്മാരാക്കി വളർത്തുവാൻ വേണ്ടി ശ്രമിക്കുക. ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ മോനെ ഒരു മതത്തിൻ്റെയും ഇതൊന്നും തലയിൽ കെട്ടിവെക്കുന്നില്ല. എൻ്റെ മക്കളോട് ഞാൻ അവർക്ക് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു ആമുഖം അവർക്ക് കൊടുക്കാറുണ്ട്. നിങ്ങൾ നോക്കുക, ചുറ്റും ലോകത്തേക്ക് നോക്കുക, അവിടെ പ്രശ്നങ്ങളും കലുഷിതം ഉണ്ടാക്കുന്നത് എന്താണ്? എൻ്റെ മതം ശ്രേഷ്ഠം, അവരൻ. ആ അപരവൽക്കരണം ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാനൊരു പദ്യശകലം പറയാം. चीन ओ अरब हमारा, हिंदुस्तान हमारा, मुस्लिम है हम, वतन है सारा जहां हमारा. ഇത് എഴുതിയത് ആരാണ് എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഇത് അല്ലാമ ഇക്ബാൽ ആണ് എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ? അപ്പൊ നമ്മൾ ഒരു വശത്ത് സാരെ ജഹാംസ അച്ച എന്ന് എഴുതിയ അല്ലാമ ഇക്ബാലിനെ ഇവിടെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതേ അല്ലാമ ഇക്ബാൽ തന്നെയാണ് ഈ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യക്ക് വെച്ച് കൊടുത്ത് ഇന്നിപ്പോൾ കാണുന്ന പാകിസ്ഥാൻ ഉണ്ടാക്കിയതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ച ആള്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഇരുന്നു കൊണ്ട് ഇന്ത്യ രണ്ടായിട്ട് മുറിക്കുന്നതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളും ഇന്ത്യയെ എതിർക്കുന്നതിനെ അനുകൂലിക്കുന്ന ആളുകൾ ആരാണെന്നുള്ളതും അതിവിടെ സംഭവിച്ചത് എന്തിന്റെ പേരിലാണെന്നും അത് മുസ്ലിങ്ങൾക്ക് അതിനകത്തുള്ള പങ്ക് എന്താണെന്നുള്ളത് ഇവിടെ വ്യക്തമായി ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ഈ പറയുന്ന സംഗതിയെ ലഘൂകരിക്കുന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതാണോ ഇവിടുത്തെ വലതുപക്ഷത്തെ ശാക്തീകരിക്കുക, അതോ ഈ പറയുന്ന രീതിയിൽ അല്ലാമ ഇക്ബാലിനെ ന്യായീകരിക്കുമ്പോഴാണോ അല്ലെങ്കിൽ വെളുപ്പിക്കുമ്പോഴാണോ ഇവിടെ ഇത് സംഭവിക്കാതിരിക്കുക? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനെ എതിർത്ത് പറഞ്ഞാൽ അല്ലാമ ഇക്ബാൽ ചെയ്തത് ഇന്നതാണ്, നിങ്ങൾ ഇതിനെ വേറെ ഒന്നും ചെയ്യണ്ട, അല്ലാമ ഇക്ബാലിനെ വെടിവെച്ച് കൊല്ലണമെന്നൊന്നല്ല ഈ പറയുന്നത്. അല്ലാമ ഇക്ബാൽ ഇതുപോലെ ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ടതല്ല, അദ്ദേഹം ചെയ്തതിലെ പ്രശ്നം ഇന്നതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. വലതുപക്ഷം അത് പറയേണ്ട കാര്യം ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വലതുപക്ഷം ഇവിടെ ശക്തിപ്പെടുന്ന എപ്പോഴാണ്? പറയേണ്ട കാര്യങ്ങളെ പറയേണ്ടവർ പറയാതിരിക്കുന്നത് മാത്രമല്ല അതിനെ വെളുപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തുമ്പോഴാണ്. അതാണ് ഇവിടെ നമ്മൾ ലൈവായിട്ട് ഇപ്പൊ കണ്ടത്. അപ്പൊ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തി വലതുപക്ഷത്തിന് ഇന്ധനം കൊടുക്കുന്ന പരിപാടി നിങ്ങളൊന്ന് നിർത്തണം എന്നുള്ളതാണ് ഈ സ്വതന്ത്ര ചിന്തകരിൽ പെട്ടിട്ടുള്ള ആളുകളോട് കൂടി മൊത്തത്തിൽ പറയാൻ വേണ്ടി ഞാൻ നൂറിനെ ഇവിടെ ഒന്ന് ചുമതലപ്പെടുത്തുന്നത്. ഇതാണ് കാര്യം. ഇനി ഇവിടെ പറഞ്ഞു എന്താണ് സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നു. അതോടൊപ്പം ചേർത്ത് പറഞ്ഞ കാര്യം സത്യത്തിൽ ഒരു ലൈഫ് സേവർ ആണെന്ന് ഞാൻ പറയും. കാരണം ഒരു സംവാദം പ്രതീക്ഷിച്ച് നമ്മൾ വന്നിട്ട് ഇന്നിപ്പോൾ ഇവിടെ കേൾക്കുന്നത് മൊത്തം ഉപദേശമാണ്. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ അതാണ്. ഒരു പള്ളിയിലച്ചൻ സ്റ്റൈലിലുള്ള സംഗതി ഒന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ പെർസെപ്ഷനാണ് ഞാൻ പറയുന്നത്. ഉപദേശങ്ങളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ കേട്ടത് എന്താണ്? നമ്മളിവിടെ ഇതിന്റെ ഡേറ്റ വേണം, അതുപോലെ വേണം, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഡേറ്റ ഉണ്ട്, ഇവിടെ ഫ്രീക്വൻസി ബയസ് ഉണ്ടാകുന്നതിനുള്ള കാരണമുണ്ട്. 2, ഇതിന് ഒരു സ്ക്രിപ്ചറൽ ബാക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് റൊമാൻറ്റിസൈസ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. ജിഹാദിനെ നാട്ടുകാർ വിളിക്കുക റെസിസ്റ്റൻസ് എന്നാണ് എന്നത് വരെ ഇവിടെ ഉണ്ട്. ഇന്ന് ഈ വാര്യം കുന്നൻ ഇന്ന് ഹീറോ ആയി മാറുന്നത് എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞല്ലോ, ഈ പറയുന്ന പല കാര്യങ്ങളും നടന്നു എന്ന് പറയുന്നത്. ഇതിനൊക്കെ മുന്നേ ഉണ്ടായിട്ടുള്ള കാര്യം എന്താ ഇവിടെ പറയാൻ പറ്റാത്തത്? ഇപ്പൊ പറയുന്ന ഓരോ മൗലവിയെ കൊന്ന കഥ നമ്മൾ എടുത്താലും ഞാൻ പറയുന്നു അതും കൊലയാണ്, അത് ഹെയ്റ്റ് ആണ്, ക്രൈമാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇതേ ഒരു ആർജവത്തോടുകൂടി നിങ്ങൾക്ക് എന്തുകൊണ്ട് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരിട്ടുള്ള പ്രശ്നം അതിന് അവർ ഉപയോഗിച്ചത് മതമാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ട് സമ്മതിക്കാൻ കഴിയുന്നില്ല?
അതിന്റെ ചരിത്രം നിങ്ങൾ കേൾക്കുക. ഇനി ഞാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എന്താണ് വല്ലാത്ത കഥ, അതിന്റെ ആ ഒരു പരിപാടിയെങ്കിലും നിങ്ങൾ പോയി കാണാം. അതിൽ ബാലേന്ദ്രൻ അല്ലെ, ബാബു രാമേന്ദ്രൻ, അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ ഒരു ഇതിനകത്ത്. അതായത് ഒരു പാല് വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരു കുടുംബം, ഒരു കശ്മീരി പണ്ഡിറ്റ് കുടുംബം, അവരുടെ വീട്ടിൽ പാല് സപ്ലൈ ചെയ്യുന്നത് ഒരു മുസ്ലിമാണ്, സാധാരണ മുസ്ലിം. ഇത് ഇങ്ങനെ പാല് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്നു, പാലാണ് പത്രമാണ്, എന്താ ഒരു സപ്ലൈ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ വീട് പുതുക്കി പണിയുന്നത് അവിടെ ശ്രദ്ധപ്പെടുകയാണ്. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, ഇതെന്തിനാണ് നിങ്ങൾ പുതുക്കി പണിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു കാരണം പറയും. അപ്പൊ ഇവർ ഇതെന്തിനാ പുതുക്കി പണി, ഇതൊക്കെ ഞമ്മക്ക് വന്നു ചേരാനുള്ളതല്ലേ എന്ന് ഈ പാൽക്കാരൻ പറയുന്നു എന്നതാണ് അതിനകത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ സാധാരണ മുസ്ലിമായിട്ട് പാല് വിതരണം ചെയ്ത് ജീവിച്ചിരുന്ന മുസ്ലിമിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നത് ആ കാഫിറിനെ പിടിച്ചടക്കണമെന്നുള്ള, ആ സ്വത്ത് തങ്ങളുടേതായി മാറുമെന്നുള്ള സ്വപ്നം കൊണ്ട് നടക്കുന്നു എന്നത് അതിൽ തന്നെ പറഞ്ഞു വെക്കാണ്. ഇതായിരുന്നു അവിടുത്തെ കഥ. അപ്പൊ റലീവ് ചലീവ് ഗലീവ് എന്ന് പറയുന്ന ആ മുദ്രാവാക്യം കശ്മീരി പണ്ഡിറ്റുകൾക്ക് എതിരായിട്ട് അവിടെ ഉയർന്നു വരുമ്പോൾ അവർ ഉപയോഗിച്ചത് ഏതാണ്? ഖുർആനിലെ 9:29 5:29 അതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. 9:29 എന്താണ് അതിൽ പറയുന്നത്? നിങ്ങൾ കാഫിറുകളോട് യുദ്ധം ചെയ്യുക, അവര് ഒന്നുകിൽ മതം മാറുക, കീഴടങ്ങി ജിസിയ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരിക, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുക. അവിടെ കാശ്മീരികളോട് കുറച്ചൊരു കരുണ കാണിച്ച് അവർ നാട് വിട്ടോളാൻ പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. ഇത് കൃത്യമായിട്ട് ഈ മതം തന്നെയാണ് അവിടെ ഇറക്കി വെക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഇതിന് മൂർഖന്റെ സ്ഥാനത്ത് നിർത്തണം. പേപ്പട്ടി മതത്തിന്റെ ഇനി ഇവിടെ മറ്റൊരു കാര്യം, ഞാൻ പേപ്പട്ടി മതം എന്ന് പറഞ്ഞപ്പോൾ പേപ്പട്ടികൾ എന്ന് വിളിച്ചു എന്നാ പറയണേ. ഞാൻ മുസ്ലിങ്ങൾ മുഴുവൻ പേപ്പട്ടികളാണെന്ന് ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാ. ഞാൻ ഈ പണി നിർത്തുന്ന ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും പറയുന്നു ഇസ്ലാമാണ് നമ്മുടെ പ്രശ്നം. ആസ് എൻ ഐഡിയോളജി ഇസ്ലാം ഈസ് എ വൈറസ്. അത് നമ്മൾ കൃത്യമായിട്ട് പറയും. അത് റാബീസ് വൈറസിനോടാണ് ഞാൻ ഉപമിക്കാറുള്ളത്. 1. 2, ഇതിനെ ഇറക്കി വെക്കുന്ന സമയത്ത് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ തന്നെ സ്ത്രീകളാണ്. അത് നേരിട്ടുള്ള വ്യക്തിയാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ ആലോചിച്ചു പോവാണ്, ഇത്രമാത്രം പ്രശ്നങ്ങൾ ഇവിടെ പറയുന്നു, ഇങ്ങനെ പറഞ്ഞ് അവർക്ക് വേദനിക്കുമോ എന്നുള്ള ചിന്ത വരുന്നു. എന്തിനാണ് ഈ അനാവശ്യമായ അനുകമ്പ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ഇത് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ശബരിമല ഇഷ്യൂ, ആ ഒരു വിഷയം ഇവിടെ KYS പോലുള്ള സംഘടനകളൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ ശബരിമലയിലെ മകരജ്യോതി എന്ന് പറയുന്നത് അവരുടെ വലിയ പവിത്രമായ ഒരു സംഗതിയാണ്. ആ സംഗതിയെ പോയിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നടക്കുമ്പോൾ വിശ്വാസികൾക്ക് വേദനിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവർ മിണ്ടാതിരുന്നിട്ടില്ല. ഇതാണ് നമ്മൾ പറയേണ്ടത്. ഇങ്ങനെ വേദനിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഹിന്ദു മതത്തിലെ ഒരു ആചാരത്തെ ഇവിടെ ആരും പറയാതിരുന്നിട്ടില്ല. ഈ ഗണപതി മിത്താണെന്ന് പറയുമ്പോൾ അത് വിശ്വാസികൾക്ക് പ്രശ്നമാകുമോ എന്ന് വിചാരിച്ചിട്ട് അത് പറയാതിരുന്നിട്ടില്ല. ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ കഥയും ഇതൊക്കെ തന്നെ. ഇനി ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഈ മതം വിട്ട ആളുകൾക്ക് എന്തിനാണ് ഈ പൊതിഞ്ഞു പിടിക്കൽ ശ്രമം? ഇനി മുറിപ്പെടുത്താൻ വേണ്ടി സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തും എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ കൂട്ടുക. കാരണം ഞാനും സംഗതി ഹോമിയോ ഡോക്ടർ ആണെങ്കിലും ഒരു ഡോക്ടർ തന്നെയാണല്ലോ. എന്താണ് ചികിത്സയിൽ നമ്മൾ ചെയ്യാറുള്ളത്? ചില വേദനകൾ ഉണ്ടാകും, അത് ഇന്നവിറ്റബിൾ ആണ്. അപ്പോൾ ഒരു ഡീകൺസ്ട്രക്ഷൻ ഉണ്ടായാലേ നിങ്ങൾക്ക് ഒരു റീകൺസ്ട്രക്ഷൻ നടക്കാൻ സാധിക്കുള്ളൂ. കാരണം ഓൾറെഡി ഒരു സാധനം അവിടെ ഉണ്ട്, അതൊരു പ്രോബ്ലമായിട്ട് മാറുമ്പോൾ അത് പൊളിഞ്ഞെടുക്കേണ്ട സാധനമാണെങ്കിൽ അത് പൊളിച്ചടിക്കേ പറ്റൂ. അപ്പോഴാണ് രണ്ടാമത് നിങ്ങൾക്ക് പണിത് കയറ്റാൻ പറ്റുമോ. അല്ലാതെ ആ ഫ്ലിംസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള സാധനത്തിന് മുകളിൽ നിങ്ങൾ ഇനി എത്ര വലിയ മാളിക കെട്ടിയാലും അത് വീണ്ടും പൊളിയും. അപ്പൊ അതുകൊണ്ട് ആ വേദന പേടിച്ചിട്ട് നിങ്ങൾ ഒന്ന് പൊളിക്കാതെ മാറി നിൽക്കണോ, പണിയാതെ മാറി നിൽക്കണോ, നിങ്ങൾ തീരുമാനിക്കുക. ജിഹാദിസം അതൊരു പ്രാക്ടീസായിട്ട് പറയുന്നില്ല. 5 മുസ്ലിങ്ങളുടെ സ്തംഭങ്ങളിൽ അത് പറയുന്നില്ല എങ്കിൽ പോലും ജിഹാദിസം ചെയ്യുന്നത് തന്നെയാണ് അവരുടെ രക്തസാക്ഷിത്വം പെട്ടെന്ന് സ്വർഗാരോഹണത്തിനുള്ള ഒരു വഴി. അപ്പോൾ എല്ലാ മതത്തിലും ജിഹാദിസമുണ്ട്. അപ്പോൾ ആ ജിഹാദിസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അകന്നു നിൽക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അതായത് ഇസ്ലാമിൽ ജിഹാദ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഹമ്മദ് നബി എന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ എല്ലാം നന്മ ചെയ്തു, ഇസ്ലാമിലെ 100% ചെയ്തു. പക്ഷേ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി കൊതിക്കാതെ, ജിഹാദ് ചെയ്യാൻ വേണ്ടി കൊതിക്കാതെ നിങ്ങൾ മരിച്ചാൽ എത്ര വലിയ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവിശ്വാസത്തിന്റെ ഒരു ചില്ലയിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നതെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിന് പോയി കൊല്ലപ്പെടുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ സ്വപ്നമായിരിക്കണം എന്നത് കൃത്യമായിട്ട് മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ജിഹാദ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ. അതായത് കുതിരയ്ക്കും നിങ്ങൾക്കും പരിക്ക് പറ്റുക, നിങ്ങൾ ബ്ലഡ് ചോര ഒഴുകണം, അതാണ് ഏറ്റവും മികച്ച ജിഹാദ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ വെള്ളം കോരി കൊടുക്കുന്നതോ പപ്പടം പൊരിച്ചു കൊടുക്കുന്നതൊന്നും അല്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇസ്ലാമിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 4 കാര്യം 5 കാര്യം 6 കാര്യം എന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനങ്ങൾ അതൊന്നും മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളതല്ല, അതൊക്കെ പിന്നീടുള്ള ആളുകൾ പറഞ്ഞു വെച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എണ്ണിയ കൂട്ടത്തിൽ
നമുക്ക് പാകത്തിനുള്ള സാധനങ്ങൾ പറഞ്ഞു. പക്ഷേ തീവ്രവാദികൾ ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എന്നൊക്കെ പറഞ്ഞ് എണ്ണുമ്പോൾ അതിനകത്ത് ജിഹാദ് ഉൾപ്പെടെയാണ് എണ്ണുക. അത് എണ്ണിയ ആളാണ് മൗദൂദി. മൗദൂദി എന്ന് പറയുന്നത് നമ്മളുടെ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ബാക്കിയായിട്ട് വന്നിട്ടുള്ള സാധനം കൂടിയാണ്. ഹസൻ അൽ ബന്ന ഒക്കെ ഉണ്ടാക്കി വെച്ചുള്ള സാധനം. അതാണ് ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ജിഹാദ് ഈസ് എ പാർട്ട് ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് ഇത്രമാത്രം വ്യാപകമായി നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്നു എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദിയാണോ, അങ്ങനെ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ജിഹാദി ആണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു മറ്റു മതങ്ങളെക്കാളും മറ്റ് ആശയങ്ങളെക്കാളും ഒരു നോൺ സീറോ റിസ്ക് അത് മുസ്ലിങ്ങൾക്കുണ്ട്, കൂടുതലാണ്. അങ്ങനെ ഒരു ജിഹാദി ആകാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഇതേപോലെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയാൽ, എങ്ങനെയാണോ ഒരു ചെയിൻ സ്മോക്കർ ഫാമിലിയിൽ ഒരു കുട്ടി ജനിച്ചു വീണ് ആ കുട്ടി ഒരു സ്മോക്കർ ആവാനുള്ള സാധ്യത നിലനിൽക്കുന്നത്, കുട്ടി ജിഹാദിയാണെന്നല്ല പറയുന്നത്, കുട്ടി വളർന്നു വലുതായി ഒരു ചെയിൻ സ്മോക്കറാനുള്ള സാധ്യത എങ്ങനെയാണോ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരുന്ന ഓരോ മുസ്ലിം കുട്ടിയും, ഇന്ന് പറന്നു വീണ കുട്ടിയാണെങ്കിലും അവൻ വളർന്നു വലുതാവുമ്പോൾ ഒരു ജിഹാദി ആകാനുള്ള സാധ്യത നിലവിൽ ഉണ്ട്.